ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും നമുക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ ആദ്യം കടക്കാം. ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗിലാണ് നിഫ്റ്റി ഉള്ളത്. 25,149 എന്നുള്ളൊരു നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നു. അഗെയിൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു അല്പം പോസിറ്റിവിറ്റി നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സെക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മിനിറ്റുകളിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഡാറ്റകളിലേക്കും ഹാൻഡ് ഓവേഴ്സിലേക്കും നോക്കിക്കഴിഞ്ഞാൽ US ഇൻഫ്ലേഷൻ കണക്കുകൾ തന്നെയായിരുന്നു ഓവർനൈറ്റിൽ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നത്. മെയ് മാസത്തെ അപേക്ഷിച്ച് ജൂണിൽ റീറ്റെയിൽ പണപ്പെരുപ്പം 0.3%, ഇയർ ഓൺ ഇയറിൽ 2.7%ൻ്റെയും ഒരു ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഗെയിൻ താരിഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയുമായി 19% ട്രേഡ് ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. തിരിച്ച് അങ്ങോട്ടേക്ക് 0 ആണ് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഏതായാലും ഒരു സൈഡിൽ US-ൻ്റെ വിലക്കയറ്റം പിടിവിട്ട് ഉയരുകയാണ്, മറുവശത്ത് ഇതിനെല്ലാം തന്നെ ഒരു കാരണമായിട്ട് നമുക്ക് താരിഫിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് തന്നെ വരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഇടപെടലുകൾ ഒരു ബൂമറാങ്ക് പോലെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും അമേരിക്കയ്ക്കെതിരെ വരുന്നു എന്നുള്ളൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സാർ, ഈ കണക്കുകളെയൊക്കെ തന്നെ നോക്കുന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പണപ്പെരുപ്പത്തിൽ ഉണ്ടാകുന്ന വർധന, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഡേറ്റകളിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ എങ്ങനെ സ്വാധീനിക്കാനാണ് സാധ്യത? ജാസ്മിൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്നലെ സംബന്ധിച്ച് ഇപ്പോൾ ഓരോ ദിവസവും ഇനി ഓരോ കൺട്രി ആയിട്ട് സൈൻ ചെയ്യുന്ന ന്യൂസ് ആയിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലെ റിസൾട്ട്സും ഇതായിരിക്കും നമ്മളെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു മാസം അങ്ങനെ ആയിരിക്കും നമുക്ക് പോകുന്നതെന്നുള്ള. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ട്രംപ് പറയുന്നത് ഏതാണ്ട് ഇന്തോനേഷ്യ ആയിട്ടൊരു ട്രേഡ് ഡീൽ എത്തിയെന്നും ഏതാണ്ട് 19% ആണ്. അതായത് ഇന്തോനേഷ്യ US-ലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ടാരിഫ് വെച്ചിരിക്കുന്നത് 19% ആണ് എന്നുള്ളതാണ്. എന്നാൽ തിരിച്ച് പറഞ്ഞതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, തിരിച്ച് US-ന് ഒരു ഫ്രീ എൻട്രി ഇന്തോനേഷ്യയിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊരു രസം എന്താണെന്നറിയോ, അതായത് ഇന്തോനേഷ്യക്ക് ലെറ്റർ അയച്ച ഒരു രാജ്യമാണ്, അതായത് ട്രംപ് ലെറ്റർ അയച്ച ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന്. അവിടെ 32% ലെറ്റർ അയച്ചതെന്നുള്ള. ഇപ്പോൾ അതേ നെഗോസിയേഷൻ ഒക്കെ ചെയ്ത് 19% താന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം ഗ്ലോബൽ മാർക്കറ്റ്സും US മാർക്കറ്റും ഏതാണ്ട് വളരെ മെച്ചുവറായിട്ട് പെരുമാറുന്നത്. അതായത് ട്രംപ് എന്ത് പറഞ്ഞാലും ശരി തീർച്ചയായിട്ടും അതിലൊരു നെഗോസിയേഷനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കാം മാർക്കറ്റിന് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ ഇപ്പോൾ അത് മാത്രമല്ല, ഈ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മൾ ഈ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ ഒരു വാക്കുണ്ട്. അതായത് നമ്മൾ ആദ്യം ഒരു സാധനം കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് രണ്ടാമത് കഴിക്കുമ്പോൾ, അതായത് ഫസ്റ്റ് നമ്മളൊരു ആപ്പിളാണ് കഴിക്കുന്നതെങ്കിൽ ആദ്യം ആപ്പിൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത് കഴിക്കുമ്പോൾ ഇല്ല, മൂന്നാമത് കഴിക്കുമ്പോൾ അത് കുറഞ്ഞു വരും എന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾ പറയാറില്ലേ, കോവിഡിൻ്റെ ആ ഇഷ്യൂ വന്നപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എന്നല്ല ഗ്ലോബൽ മാർക്കറ്റ് കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് പെർഫോം ചെയ്തു. ഇനി അങ്ങനത്തെ ഒരു പാൻഡമിക് വരുമ്പോൾ ഇത്രത്തോളം മാർക്കറ്റ് വീഴണമെന്നില്ല. ഇനി കോവിഡ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ മാർക്കറ്റ് അധികമായിട്ട് പാനിക് ചെയ്യാറില്ല എന്ന് പറയും പോലെ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ട്രംപ് ടാരിഫ് പറഞ്ഞ അത്ര ഒരു ത്രെട്ട് മാർക്കറ്റ് ഇപ്പോൾ അതിനെ കാണുന്നില്ല എന്നാണ്. അത് ഫസ്റ്റ് ടൈമാണ് മാർക്കറ്റ് ഒരു നീജർക്ക് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് പെർഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ദിസ് ഇസ് ദ ഓർഡർ ഓഫ് ദ ഡേ എന്ന് മനസ്സിലാക്കി മാർക്കറ്റ് അൺഫേസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അത് എല്ലാ കാര്യത്തിലും അതെ. അതിപ്പോൾ യുദ്ധമാകുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ എത്രയോ യുദ്ധങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നു എന്നുള്ള കഴിഞ്ഞ 2-3 മാസമായിട്ട്. എന്നിട്ടും മാർക്കറ്റ് കറക്റ്റ് ചെയ്തു എന്നാൽ വേണ്ട രീതിയിൽ ഒരു പാനിക് സെല്ലിംഗ് നടന്നില്ല എന്നുള്ള. അപ്പോൾ മാർക്കറ്റ് വളരെ മെച്ചുവറായി, മാർക്കറ്റിൻ്റെ ടെക്സ്ചർ മാറി, മാർക്കറ്റിലേക്കുള്ള പാർട്ടിസിപ്പൻസിൻ്റെ ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ മാറി, മാർക്കറ്റിലേക്ക് വരുന്ന ഫണ്ട് ഫ്ലോസിൻ്റെ ക്യാരക്ടറും മാറി എന്നുള്ളത് മാർക്കറ്റിൽ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. ഇറ്റ്സ് നോ ലോങ്ങർ ദ മാർക്കറ്റ് ഓഫ് യെസ്റ്റർഡേ. അതായത് കഴിഞ്ഞ ഡെക്കേഡിൽ ഉണ്ടായിരുന്ന മാർക്കറ്റ് അല്ല ഇപ്രാവശ്യത്തെ മാർക്കറ്റ് എന്നുള്ള പറഞ്ഞു വയ്ക്കുന്നു. അതായത് ഈ വക കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എക്കണോമിയിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന് പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് നമുക്ക് കാണുന്നത് എന്നുള്ള. പിന്നെ ഈ പറയുന്ന പോലെ ഈ ട്രംപിനെ സംബന്ധിച്ച് ഈ ട്രംപ് ചാർജ് എടുക്കുമ്പോൾ US-ലെ നെറ്റ് ടാരിഫ്, ആവറേജ് നെറ്റ് ടാരിഫ് എല്ലാ രാജ്യങ്ങളുടെയും നെറ്റ് ടാരിഫ് വന്നത് ഏതാണ്ട് 3-4%, 3-4% ആണ്. ഇപ്പോൾ ഏതാണ്ട് നമ്മളിപ്പോൾ ഡീലുകൾ പല കൺട്രി ആയിട്ട് സൈൻ ചെയ്തു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്തോനേഷ്യയുടെ 19% സൈൻ ചെയ്തല്ലോ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതായാലും നെറ്റ് ആവറേജ് ടാരിഫ് വിത്ത് ഓൾ ദ കൺട്രീസ് മിക്കവാറും ഏതാണ്ട് 10-20% ഉയരാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് എ വെരി ഹൈ ഫിഗർ, പറയാതിരിക്കാൻ പറ്റില്ല. 3-4 10-20 വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഫിഗർ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ്
നിലവിലുള്ള 10% ആണ് ടാരിഫ് ഉള്ളത് അല്ലേ. യൂണിവേഴ്സൽ ടാരിഫ് ആയിട്ടുള്ള 10% ആണ് ഇപ്പൊ എല്ലാ കൺട്രിക്കും ബാധകം. ഓഗസ്റ്റ് 1 വരെ ഇന്ത്യക്കും ബാധകം 10% ആണെന്നുള്ള. ഇപ്പൊ ഓരോരുത്തരായിട്ട് ഡീല് സൈൻ ചെയ്ത് പോകുമ്പോൾ 19, 20, 30 എന്നുള്ള രീതിയിൽ സൈൻ ചെയ്ത് പോകും. അപ്പൊ ആവറേജ് ആയിട്ട് 10 to 20% വരും എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം ലാസ്റ്റ് 3 മാസത്തെ ഡേറ്റ, ടാരിഫ് വെച്ചതിന് ശേഷം 3 മാസത്തെ ഡേറ്റ 90 ഡേയ്സ്, അതായത് ജൂലൈ 8th 9th 90 ഡേയ്സ് കഴിഞ്ഞ് ഈ 90 ഡേയ്സിന് മുമ്പേ ഉള്ള ടാരിഫ് വച്ചതിന് ശേഷം US ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടി കളക്ട് ചെയ്തത് നോക്കുകയാണെങ്കിൽ ആ ഒരു റൺ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലം അമേരിക്ക ഏൺ ചെയ്യാൻ പോണത് $300 million ആണ്. അപ്പോൾ $300 billion, $300 billion is not a mean amount. അപ്പോൾ 10% വെച്ചിട്ട് ലാസ്റ്റ് 3 മാസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ഇയർലി പ്രൊജക്ഷൻ എടുക്കുമ്പോൾ $300 billion ആണ് US ഈ ഇനത്തിൽ ഏൺ ചെയ്യാൻ പോണെന്നുള്ള. 20% ആയിട്ട് ഉയർന്നാലോ അത് $600 billion ആയിട്ട് റവന്യൂ ആയി മാറും എന്നുള്ളതാണ്. വെറും ജസ്റ്റ് ഒരു വാശി പിടിക്കുന്നത് നമ്മൾ മാർക്കറ്റൊക്കെ എഴുതുന്നു, നമ്മൾ മീഡിയ എഴുതുന്നു, ട്രംപിന്റെ വാശിയാണ് അനാവശ്യമാണെന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു അനാവശ്യം അല്ലെങ്കിൽ ഒരു വാശി കാരണം US കളക്ട് ചെയ്യാൻ പോണ $300 billion to $600 billion എന്നുള്ള പറഞ്ഞു വെക്കുന്നു എന്നുള്ള. അപ്പോൾ എല്ലാം നമ്മൾ ഫ്രണ്ടിൽ ട്രംപിനെ കുറിച്ച് പല നെഗറ്റിവിറ്റിയും അവിടെ ഇവിടെയൊക്കെ പറയണമെങ്കിൽ ബിഹൈൻഡ് ദ സീൻസ് ദർ ഇസ് എ ക്ലെവർ ആൻഡ് എ ഷ്രൂഡ് ബിസിനസ്മാൻ എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ എത്തുന്ന സമയത്ത് ഫെഡ് അടക്കം നിരക്ക് കുറയ്ക്കാത്തതിന്റെ സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓൾറെഡി അമേരിക്ക കടക്കണിയിലാണ്, വീണ്ടും കടക്കണിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, റിസഷന്റെ സാധ്യതയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടിയുണ്ട് അല്ലേ, ഒരു ബിസിനസ് മൂവും കൂടെ ഉണ്ടെന്നുള്ളത് വളരെ തീർച്ചയായിട്ടും നമ്മൾ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും US-ഉമായിട്ടുള്ള ട്രേഡ് ഡീൽ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ള. ഏറ്റവും ആദ്യം സൈൻ ചെയ്യാൻ സാധ്യതയുള്ള രാജ്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞത് ഇന്ത്യയും കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ ടോക്സ് ഇതുവരെ ആയിട്ടില്ല. പക്ഷേ ഒരു കണക്കിന് നമുക്ക് ഇന്ത്യ ഇത് ശരിക്കും പറഞ്ഞ നെഗറ്റീവ് ന്യൂസ് അല്ല കേട്ടോ, ശരിക്കും പറഞ്ഞ ഒരു പോസിറ്റീവ് ആംഗിളിൽ വേണം കാണാൻ. ഇപ്പം നോക്കൂ, ഇന്തോനേഷ്യ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ US ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ എന്താ തിരിച്ചു കൊടുത്തത് US-ന്? ഫ്രീ എൻട്രി. നമ്മൾ ഫ്രീ ട്രേഡ് കൊടുക്കുകയായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴേ സൈൻ ചെയ്തേനെ. നമ്മൾ ഫ്രീ ട്രേഡും ഫ്രീ എൻട്രിയും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള അഗ്രികൾച്ചർ, ഫാമിംഗ് പ്രോഡക്ട്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, ഡയറി പ്രോഡക്ട്സിനൊക്കെ നമ്മളൊന്ന് യെസ് മൂളിയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ ആദ്യത്തെ രാജ്യമായി സൈൻ ചെയ്യാൻ. ബട്ട് ഇന്ത്യ ഈസ് നെഗോഷിയേറ്റിംഗ് ഹാർഡ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല ഇപ്പോൾ വാഷിംഗ്ടൺ DC-യിൽ ശരിക്കും പറഞ്ഞാൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചീഫ് നെഗോഷിയേറ്റർ രാജേഷ് അഗർവാൾ വാഷിംഗ്ടൺ വിസിറ്റ് ചെയ്യണത്. ഈ ടോക്കിൽ പങ്കുചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ നെഗോസിയേഷൻസ് വളരെ ഹാർഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് US മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ S&P നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഡൗൺ ആയിരുന്നു, 0.4% മൈനസ് ആയിരുന്നു എന്നുള്ള. ഡൗ ജോൺസ് ഏതാണ്ട് നിയർലി 1% ഡൗൺ ആണെന്നുള്ള. നാസ്ഡാക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ റെക്കോർഡ് ഹൈയിലേക്ക് കടന്നു പോകുന്നത്, അതായത് 0.18% അപ്പായിരുന്നു എന്നുള്ള. ലാർജ്ലി ഡിവൺ ബൈ NVIDIA ഏതാണ്ട് 4% കയറി. നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു, അതായത് NVIDIയെ സംബന്ധിച്ചിടത്തോളം, അതായത് NVIDIA ഈ സെമി കണ്ടക്ടർ ചിപ്സ്, AI ചിപ്സ്, ബേസിക്കലി AI ചിപ്സ് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഒരു എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ US ഗവൺമെന്റ് വച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ NVIDIയുടെ ഒരു പ്രസ് റിലീസ് വന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് അത് റിലാക്സ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ ഓപ്പണിംഗ് ഹൗസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നലെ രാത്രി അതായത് US മാർക്കറ്റ് തുറക്കുമ്പോൾ തീർച്ചയായിട്ടും NVIDIയുടെ പെർഫോമൻസ് നന്നായിരിക്കും. അതേപോലെ തന്നെ സംഭവിച്ചു, ഏതാണ്ട് 4% അപ്പാണ്. എന്തുകൊണ്ടാണെന്നറിയോ NVIDIയുടെ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ എടുത്ത് കളഞ്ഞത്? അതായത് ലുട്നിക് പറയണത്, അത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലെ ലുട്നിക് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 4th ബെസ്റ്റ് AI ചിപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ചൈന ഈസ് നോട്ട് ഗെറ്റിംഗ് ദ ബെസ്റ്റ്. നമ്മുടെ ടോപ്പ് 3 നമ്മൾ എക്സ്പോർട്ട് ചെയ്യരുത്, നമ്മുടെ 4th മുതൽ എക്സ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ 4th ചൈനയ്ക്ക് കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എക്സ്പോർട്ട് കണ്ടിന്യൂ ചെയ്തോളൂ എന്നാണ് NVIDIയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള. ബട്ട് ഈവൻ ദെൻ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഡീപ് സീക്ക് എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ചൈന ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള സെമി കണ്ടക്ടർ NVIDIയുടെ സെമി കണ്ടക്ടർ ചിപ്സിന്മേലല്ല, വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള വളരെ പഴയതായിട്ടുള്ള ചിപ്സിലാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ച് ഇതൊരു വിൻ സിറ്റുവേഷൻ ആണ്. അമേരിക്കയ്ക്ക് എന്താ പറയുക, സമാധാനപ്പെടാം, ഞങ്ങൾ 4th ബെസ്റ്റ് അല്ലേ അയക്കുന്നുള്ളൂ എന്നുള്ളത് സമാധാനിക്കാന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മാർക്കറ്റിൽ നോക്കി വേറൊരു കാര്യം വെച്ചാൽ ഈ NVIDIയുടെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ട്, AMD എന്ന്, അഡ്വാൻസ് മൈക്രോ ഡിവൈസസ് എന്ന് പറഞ്ഞു. ആ കമ്പനിയുടെ സ്റ്റോക്ക് ഇന്നലെ നന്നായിട്ട് ഏതാണ്ട് 7% പെർഫോം ചെയ്തു എന്നാണ് പറയുന്നത്.
ആണ്. കാരണം പെർഫോം ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അവരൊരു ന്യൂ ചിപ്പ്, പുതിയൊരു ചിപ്പ് അവർ പുറത്തിറക്കി. അത് NVIDIAയുടെ ചിപ്സിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും US നാസ്ഡാക്ക് ആണ് ഏറ്റവും നല്ല പെർഫോമർ. അവിടെയും ഈ പറഞ്ഞ പോലെ സെമി കണ്ടക്ടർ ചിപ്പ് ചെയ്യുന്ന കമ്പനികൾ, മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളത് പറഞ്ഞു വയ്ക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ US മാർക്കറ്റിൽ ഇന്നലെ പ്രത്യേകത ഉണ്ടായിരുന്നു, നമ്മൾ ഇന്നലെയും പറഞ്ഞു വെച്ചിരുന്നു, മെയിൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏർണിംഗ്സ് ആയിരുന്നു ഇന്നലെ എന്നുള്ളതാണ്. JP മോർഗൻ അല്ലെങ്കിൽ വെൽസ് ഫാർഗോ അല്ലെങ്കിൽ സിറ്റി ഗ്രൂപ്പിൻ്റെയൊക്കെ റിസൾട്ട് വന്നു. JP മോർഗൻ്റെയും ഈ പറഞ്ഞ പോലെ വെൽസ് ഫാർഗോൻ്റെയും റിസൾട്ട് ഓക്കെ, എക്സ്പെക്ടേഷൻ അത്രയായിരുന്നെങ്കിലും വേണ്ട രീതിയിൽ മാർക്കറ്റിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം കൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റോക്കും സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിരുന്നു. വെൽസ് ഫാർഗോ നല്ലോണം താഴെ വീണു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതേസമയം സിറ്റി ഗ്രൂപ്പിൻ്റെ റിസൾട്ട്സ് വളരെ നന്നായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ ഈ പറയുന്ന പോലെ ഇന്നത്തെ ദിവസം, അതായത് ഇനി വരാൻ പോകുന്ന ഇന്നുമുണ്ട് ഫിനാൻഷ്യൽ ജയൻസിൻ്റെ റിസൾട്ട്. ബാങ്ക് ഓഫ് അമേരിക്ക വരുന്നുണ്ട്, ഗോൾഡ്മൻ സാക്സ് വന്നിട്ടുണ്ട്, മോർഗൻ സ്റ്റാൻലി. ഇത് മൂന്നും ഇന്ന് രാത്രി, അതായത് US മാർക്കറ്റിൽ ഇന്നായിരിക്കും അത് റിഫ്ലക്ട് ചെയ്യണമെന്നുള്ള. അത് മാത്രമല്ല ട്രംപ് ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കുന്നു, ഈ ടാരിഫ് ഓൺ ഫാർമ ഈസ് കമ്മിങ് സൂൺ. അത് തീർച്ചയായിട്ടും ഇന്ന് മെയിൻ ലൈൻ മീഡിയാസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അണ്ടർലൈനിങ് ആയിട്ട് അങ്ങനെ ഒരു മെസ്സേജും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു വയ്ക്കാതിരിക്കാൻ വയ്യ. പിന്നെ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ US കൺസ്യൂമർ ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മന്ത് ഓൺ മന്ത്, അതായത് സീക്വൻഷ്യലി 0.3% ഉയർന്നു നിൽക്കുന്നു. ഏതാണ്ട് ഇയർ ഓൺ ഇയർ നോക്കാൻ നേരത്ത് 2.7% കയറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിസ്കഷൻ തുടങ്ങിയത്. അതായത് ട്രംപിൻ്റെ ടാരിഫിൻ്റെ എഫക്റ്റ് തീർച്ചയായിട്ടും കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൽ ഹിറ്റ് ചെയ്ത് തുടങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏർലി ഡേയ്സ് ആണ്, നമുക്ക് ഇത് വെച്ച് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഫിഗേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാലും ചെറിയൊരു ഇൻഫ്ലേഷൻ റൈസ് ഉണ്ടെന്നുള്ള പ്രോബബ്ലി ഈ റീസൺ കൊണ്ട് ആയിരിക്കാം ഫെഡും ജെറോം പവലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാത്ത. കാര്യം ഇൻഫ്ലേഷൻ കയറും, ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞത്. എന്നാൽ ട്രംപ് നേരെ തിരിച്ചാണ് പറയുന്നത്, ഈ പറയുന്ന ഫിഗേഴ്സ് ഒന്നും അല്ല കറക്റ്റ്. കൺസ്യൂമർ പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഫെഡ് കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ആസ് യൂഷ്വൽ ദ ഡ്രാമ പ്ലേസ് ഓൺ എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. നമ്മൾ വീണ്ടും US 10-year ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ അതൊന്ന് ഇൻക്രീസ് ചെയ്ത് 4.5% വരെ പോയി. ഒന്ന് ചെറുതായിട്ട് താഴോട്ട് ഇറങ്ങിയെങ്കിലും 4.5% ആണ് US 10-year ബോണ്ട് ഈൽഡ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ബോണ്ട് ഈൽഡാണ്. ബോണ്ട് ഈൽഡ് കയറും തോറും ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ മറ്റുള്ള എമർജിംഗ് മാർക്കറ്റ്സിൽ നിന്ന് സെല്ല് ചെയ്ത് അങ്ങോട്ടേക്ക് പോകും. അതോടുകൂടി ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യും, റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് ഉണ്ട്. നമ്മൾ സൂക്ഷിക്കുക. ഇതുവരെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോയിട്ടില്ല എന്നുള്ള. ഡോളർ ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും 98.5 തന്നെയാണ്. പിന്നെ ഇന്നലെ US മാർക്കറ്റിൽ നമ്മൾ ടെസ്ല നോക്കുകയാണെങ്കിൽ -2% ഡൗൺ ആയിരുന്നു. ഡിസ്പൈറ്റ് ദ ന്യൂസ് ദാറ്റ് ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറങ്ങിയെന്നും ലോഞ്ച് നടത്തിയെന്നും ആ മോഡൽ Y എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് ന്യൂസൊക്കെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു വെക്കുമ്പോൾ തന്നെ US മാർക്കറ്റിൽ ടെസ്ല ചെറുതായിട്ട് നടന്നു താഴേക്കായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വായിച്ച ഒരു ന്യൂസ്, ഫിനാൻഷ്യൽ ടൈംസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. അത് ബ്ലൂംബർഗും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ട്രംപും യുക്രൈൻ്റെ സെലൻസ്കിയും തമ്മിലൊരു ടെലിഫോണിക് ടോക്ക് നടന്നു. അതിൽ സെലൻസ്കിയോട് യുക്രൈൻ ചോദിച്ചു, ക്യാൻ യു ഹിറ്റ് മോസ്കോ? ഞങ്ങളുടെ ലോങ് റേഞ്ച് മിസൈൽസ് തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മോസ്കോനെ അടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞു. മാർക്കറ്റിൽ പല മീഡിയകളും അത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ബട്ട് ദർ ഇസ് എ ന്യൂസ് ലൈക്ക് ദാറ്റ് എന്നുള്ള. അതിപ്പോൾ ഡിമ്മായിട്ട് കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് ട്രംപ് പറയുകയുണ്ടായി. അതായത് US ഒരു ഗ്രോയിങ് ഒരു കോറസ് ഉണ്ട്. അതായത് റഷ്യയായിട്ട്, അതായത് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ റഷ്യ യുക്രൈനിൽ കാണിക്കാത്തത് കാരണം റഷ്യയുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സിന് 100% ടാരിഫ് അടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ US ഒരു ഗ്രോയിങ് സെൻറ്റിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ട്രംപും അത് പറഞ്ഞു തുടങ്ങി എന്നുള്ളത് നമ്മളിത് മെൻഷൻ ചെയ്തിരുന്നു. അതായത് 100% ടാരിഫ് ഓൺ കൺട്രീസ് ട്രേഡിംഗ് വിത്ത് റഷ്യ, എസ്പെഷ്യലി കൺട്രീസ് ട്രേഡിംഗ് വിത്ത് റഷ്യ ഓൺ ക്രൂഡ് ഓയിൽ. ഇന്ത്യയും ചൈനയാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ സപ്ലയർ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതെന്ന് പറഞ്ഞു വയ്ക്കണം. പക്ഷേ ഇന്ത്യ ആണെങ്കിൽ അതിൽ നിന്ന് സ്മാർട്ട് ആട്ടോ. എന്താണ് ട്രംപ് ഇത് പറഞ്ഞത്? അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കാനുള്ള ക്രൂഡ് കൂടുതൽ വാങ്ങിച്ചു എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ നെഗോസിയേഷൻ എന്ന് അറിയില്ല. കാര്യം ഇന്ത്യ ഈസ് നെഗോഷിയേറ്റിംഗ് ഹാർഡ് വിത്ത് US ഓൺ ദ ട്രേഡ് ഫ്രണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു ചെറിയ രീതിയിലൊരു പ്രഷർ പോയിന്റ് ആയിട്ടാണോ ഈ റഷ്യയെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. എങ്കിലും റഷ്യയുടെ വാക്കുകൾ വ്ളാഡിമിർ പുടിൻ പറയണതെന്ന് വെച്ചാൽ വി ആർ പ്രിപ്പയർഡ് ഫോർ എനി sort of sanction from US എന്നുള്ള. But things are not looking rosy as far as these kind of geopolitical issues are concerned. നമ്മൾ തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഒരു അപ്വേർഡ് റെസിസ്റ്റൻസ് ഏതാണ്ട് 25,408 ആണ്. അത് കട്ടിയോ ഇല്ലയെന്ന് നമുക്ക് നോക്കണം. ഡൗൺവേർഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 25,000 അല്ലെങ്കിൽ 25,001 ആ ലെവൽ നമ്മൾ നിലനിർത്തുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ചൈനയുടെ GDP ഗ്രോത്ത് ആണ്. ചൈനയുടെ GDP ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ ഫോർ ദ ക്വാർട്ടർ ഓഫ് ഏപ്രിൽ, മെയ് ആൻഡ് ജൂൺ വന്നിരിക്കുന്നത് 5.2% ആണ്. ഫസ്റ്റ് ക്വാർട്ടർ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 5.4 ആയിരുന്നെങ്കിൽ അവിടുന്ന് കുറഞ്ഞ് 5.2% ആയിരിക്കുന്നു എന്നുള്ള.
അതിൻ്റെ അർത്ഥം ചൈനീസ് ഗ്രോത്ത് ഈസ് ഓൾസോ സ്ലോയിങ് ഡൗൺ. ഗ്രോത്ത് ഇല്ല എന്നല്ല, ഗ്രോത്ത് ഉണ്ട്, ബട്ട് ഗ്രോത്ത് ഈസ് സ്ലോയിങ് ഡൗൺ എന്നുള്ള. ബട്ട് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം ചൈനയ്ക്ക്. കാര്യം വെച്ചാൽ എക്സ്പെക്ടേഷൻ, അതായത് അനലിസ്റ്റ് എക്സ്പെക്ടേഷൻ 5.1% ആയിരുന്നു. അതിനേക്കാളിലും ബെറ്റർ ആയിട്ട് 5.2% ആയി എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻ സ്പൈറ്റ് ഓഫ് all these kind of restrictions from US. അതായത് യുഎസും ചൈനയും തമ്മിലുള്ള ട്രേഡ് ടാരിഫ് അല്ലെങ്കിൽ ടാരിഫ് വാറിൻ്റെ ഇടയിലാണ് ഈ വക ഗ്രോത്ത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞെങ്കിൽ പോലും അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയാതെ വയ്യ. ബട്ട് ഈ പറഞ്ഞ പോലെ ചൈനയെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ദേ സ്റ്റുഡ് ഫേം ആൻഡ് ടോൾ അഗെയിൻസ്റ്റ് ട്രംപ്സ് ത്രെറ്റ്. ട്രംപിൻ്റെ യുഎസിൻ്റെ ത്രെറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ തല ഉയർത്തി നിന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ആലോചിച്ച് തിരിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വിൻ ചെയ്തത് ചൈനയും വിൻ ചെയ്തു, ട്രംപും വിൻ ചെയ്തു എന്നുള്ള കാര്യം. ചൈനയെ സംബന്ധിച്ചൊരു കാര്യം ആലോചിക്കണം. ചൈന ലിവറേജ് ചെയ്തത് അവരുടെ സ്ട്രോങ് ഹോൾഡ്, അതായത് സ്ട്രാങ്കിൾ ഹോൾഡ് ഓൺ റെയർ എർത്ത് മിനറൽസ് ആൻഡ് മാഗ്നറ്റ്സ്, അത് വെച്ച് അവർ നെഗോഷിയേറ്റ് ചെയ്തു എന്നുള്ള. എന്നിട്ട് അവർ അവിടെ തന്നെ നിന്നു എന്നുള്ള. ബട്ട് ആരൊക്കെ തമ്മിൽ വഴക്കൂടി അവർ രണ്ടുപേരും ജയിച്ചു. ഏതാണ്ട് $3 ബില്യൺ എന്താ പറയുക ഇമ്പോർട്ട് ഫീ ആയിട്ട്, ടാരിഫ് ഫീസായിട്ട് $നും കിട്ടി. ചൈനയുടെ എക്കണോമിക്ക് വലിയ ദോഷവും സംഭവിച്ചില്ല. US എക്കണോമിക്കും ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ചെറുതായിട്ട് കയറിയെങ്കിലും വലുതായിട്ട് കുഴപ്പമില്ല. അവരെല്ലാവരും ജയിച്ചു, മറ്റുള്ളവർ സഫർ ചെയ്തു എന്നാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ പറയാൻ ഇന്ത്യൻ മാർക്കറ്റിൽ പറയുകയാണെങ്കിൽ സെബിയും കാശ്, ജെയിൻ സ്ട്രീറ്റും കാശുണ്ടാക്കി, സെബിയും കാശുണ്ടാക്കി, സ്റ്റോക്ക് എക്സ്ചേഞ്ചസും കാശുണ്ടാക്കി, ബ്രോക്കറേജസും കാശുണ്ടാക്കി, സ്റ്റേറ്റ് ഗവൺമെന്റ് കാശുണ്ടാക്കി, പോയതൊക്കെ റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണെന്ന് പറയും പോലെ ലോകം എപ്പോഴും അങ്ങനെയാണ് നടക്കുന്നത്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഈ റെയർ എർത്ത് മിനറൽസിൻ്റെ മാഗ്നറ്റ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. റെയർ എർത്ത് മാഗ്നറ്റ്സ് ഒക്കെ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇലക്ട്രിക് വെഹിക്കിൾ മോട്ടോഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ റെയർ എർത്ത് മിനറൽസ് ഇല്ലാത്ത ന്യൂ ടെക്നോളജി ഇല്ലെന്നുണ്ട്. സെമി കണ്ടക്ടർ ചിപ്സ്, ഡിഫൻസിൻ്റെ റഡാറിൻ്റെ സെൻസേഴ്സ് ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ ഉണ്ടെന്നുള്ള അത് ലിവറേജ് ചെയ്താണ് ചൈന അവരുടെ ആധിപത്യം കാണിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കുക ഇതിൻ്റെ ഒരു വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ട് ചൈനയും യുഎസും തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു? ഇതിൻ്റെ എല്ലാ ക്രിട്ടിക്കൽ റെയർ എർത്ത് മിനറൽസും റോ മെറ്റീരിയലായിട്ട് യുഎസിന് സപ്ലൈ ചെയ്യണത് ചൈന. അതാണ് അവൻ്റെ സ്ട്രെങ്ത്. യുഎസിൻ്റെ സ്ട്രെങ്ത് എന്താണ്? ഈ സാധനങ്ങൾ ഉപയോഗിച്ച് സെമി കണ്ടക്ടർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പ് ഉണ്ടാക്കുക, NVIDIA അല്ലെങ്കിൽ AMD അത് ഉണ്ടാക്കുക. അതാണ് അവരുടെ സ്ട്രെങ്ത്. നമ്മുടെ സ്ട്രെങ്ത് ആണെങ്കിലോ ഇത് വെറും ഫാബ്രിക്കേറ്റ് അസംബിൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എക്കണോമിക് വാല്യൂ ചെയിനിൽ അല്ലെങ്കിൽ ന്യൂ ഏജ് വാല്യൂ ചെയിനിൽ നമ്മൾ എത്ര ബ്രിട്ടിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നിന്ന് നമ്മളൊരു സൂപ്പർ പവർ ഹൗസായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെല്ലോട് ഓഫ് വർക്ക് ടു ഡു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ചെറുതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ HDFC AMC, ഓക്കെ, ഈ HDFC AMC ഞാനിപ്പോൾ നിഫ്റ്റി നോക്കിയപ്പോൾ കാഷ്വലി ഞാൻ കണ്ടാണ്, ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസ് ആയിട്ടില്ല. HDFC AMCയുടെ ട്രേഡ് സെറ്റപ്പ് നല്ല രസകരമായിട്ട് ഇൻട്രസ്റ്റിംഗ്ലി പോയിസ്ഡ് ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. അത് മാത്രമല്ല ബയോകോൺ ഇന്നലെ വന്ന ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവർക്കൊരു ഡയബറ്റസ് ഡ്രഗിന് ഒരു അപ്രൂവൽ കിട്ടി. അത് വളരെ, ആ ബയോസിമിലർ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റിൽ ഏതാണ്ട് ഒരു $100 മില്യൺ അവർക്ക് ഏൺ ചെയ്യാനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. കൺസർവേറ്റീവ് ബേസിസ് ഹയർ ലെവലിലാണ് ഈ $300 മില്യൺ വരെ ബയോകോണിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്യാന്നുള്ള. അപ്പോൾ ഈ രണ്ട് കമ്പനികളും നമ്മളൊന്ന് വാച്ച് ലിസ്റ്റിലൊന്ന് നോക്കുക എന്നുള്ള. പിന്നെ നമ്മൾ ഈ മിനിയാന്ന് കണ്ട നമ്മൾ വിംബിൾഡൺ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ വിംബിൾഡണിലേക്ക് സപ്ലൈ ചെയ്യുന്ന ടവൽസ്, അതായത് പ്ലെയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആ പേർപ്പിൾ ഗ്രീൻ കളർ വിംബിൾഡൺ ബ്രാൻഡ് ചെയ്ത ടവൽ മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണെന്നും ആ വെൽസ്പൺ ലിവിംഗ് ആണെന്നും നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ആ ഒരു ബിസിനസ്സും കൂടെ ഒന്ന് വാച്ച് ലിസ്റ്റിലേക്ക് വയ്ക്കുക എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ ജാസ്മിൻ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. നമ്മളിന്ന് എനിക്ക് തോന്നുന്നു സ്പോട്ട്ലൈറ്റ് എന്നല്ല, നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം, അതായത് ഏതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ബുക്സ് ആണ് ഒരു വ്യക്തി കയ്യിൽ വെക്കേണ്ടതെന്നുള്ള. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റ് ലൈവും ഒക്കെ പോയി നമ്മുടെ ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് വരാം. അതിന് മുമ്പായിട്ട് ജാസ്മിൻ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഞാൻ ഇന്ന് നേരത്തെ പറയാം. ജാസ്മിൻ എന്ത് പറയണം? സർ, നമുക്ക് ലൈവ് അപ്ഡേറ്റിലേക്ക് പോയിട്ട് നമുക്ക് ഏതായാലും ആ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് കൂടി വരാം. ശരി, ആയിക്കോട്ടെ. യെസ്, ഏതായാലും ഇനിയിപ്പോൾ ലൈവ് അപ്ഡേറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത് നിഖിലാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, ഏതായാലും നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 25,200 എന്നുള്ള ഒരു മാർക്ക് കൈവിട്ടിരിക്കുകയാണ്. 25,162 എന്നുള്ള ഒരു നിലവാരത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് ഉള്ളത് നിഫ്റ്റി. പ്രധാനപ്പെട്ട ഇൻഡെക്സിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണാനില്ല. ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂയിലേക്ക് തന്നെയാണ് മാറിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട ഈ മിനിറ്റുകളിലെ അപ്ഡേറ്റ്സ്?
ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നിരക്കിലുള്ള ഒരു ട്രേഡിംഗ് ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 40 ബേസിസ് പോയിന്റുകളുടെ ഒരു നഷ്ടം നേരിട്ടിരിക്കുന്നു. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 25,200 എന്ന് പറഞ്ഞിരിക്കുന്ന ലെവൽ നഷ്ടമായി നിലവിൽ 25,158 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ 16 ഓഹരികൾ മാത്രം ഒരു നേട്ടം രേഖപ്പെടുത്തി ട്രേഡ് ചെയ്യുമ്പോൾ 34 ഓഹരികളെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി 50യിൽ നിന്ന് ഇടിവ് നേരിടേണ്ടി വരുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലുള്ളൊരു ട്രേഡിംഗ് ആണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിക്കുന്നത്. 57,061 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ബാങ്കിൽ നിന്ന് നിലവിൽ 8 ഓഹരികൾക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുമ്പോൾ 4 ഓഹരികൾ ഒരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിൽ നിന്ന് കാഴ്ചവെക്കുന്നത്. ഇനി നിഫ്റ്റി 50യിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു ടോപ്പ് പെർഫോമിംഗ് കമ്പനിയായിട്ട് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് HDFC ലൈഫിൻ്റെ ഓഹരികളാണ്. ഏകദേശം 1.5% ഒരു നേട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ HDFC ലൈഫിൻ്റെ ഓഹരികളിൽ നിലവിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ട്. മോത്തിലാൽ ഓസ്വാൾ നിലവിലൊരു ബൈ റേറ്റിംഗ് ആണ് HDFC ലൈഫിന് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 910 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 768 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ HDFC ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ APയും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഇൻലൈൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരുന്നു. എങ്കിൽ കൂടിയും വാല്യൂ ഫ്രം ന്യൂ ബിസിനസ്സിലേക്കും മറ്റുമൊക്കെ കടക്കുകയാണെങ്കിലും മറ്റുമൊക്കെ ഒരു മാർജിനൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മറ്റുമൊക്കെ ഒരു ഫ്ലാറ്റിഷ് ആയിട്ടുള്ള ഒരു VNB മാർജിനും മറ്റുമൊക്കെയാണ് കമ്പനിക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടിയും കമ്പനിയുടെ മറ്റ് ഓപ്പറേഷൻസിലേക്കും മറ്റുമൊക്കെ കടക്കുകയാണെങ്കിലും മറ്റുമൊക്കെ ഒരു ചാനൽ എക്കണോമിക്സ് രീതിയിലുള്ള പല രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് ഇപ്പോൾ കമ്പനി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് മിക്സും മറ്റുമൊക്കെ വർദ്ധിപ്പിക്കുക, കൂടാതെ ക്രോസ് സെല്ലിങ്ങും മറ്റുമൊക്കെ മികച്ച രീതിയിൽ നടപ്പാക്കുക, കൂടാതെ ഡിജിറ്റൽ അസറ്റിലും മറ്റുമൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നൊരു രീതിയിലുള്ള ഒരു ഓപ്പറേഷൻസ് ആണ് നിലവിൽ ഇപ്പോൾ HDFC ലൈഫ് സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടിയും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 2026-27 കാലഘട്ടത്തിലെ VNB മാർജിൻ, അതായത് വാല്യൂ ഫ്രം ന്യൂ ബിസിനസ് മാർജിനിലും മറ്റുമൊക്കെ ഒരു 50 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു കുറവ് ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ വരുത്തിയിരിക്കുന്നു എന്നൊരു കാര്യമാണുള്ളത്. 2026 ഒന്നാം പാദത്തിലെ ഒരു മാനേജ്മെൻറ്റ് കമൻട്രി പരിശോധിക്കുകയാണെങ്കിലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർജിൻസിലും മറ്റുമൊക്കെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് മാത്രമേ കാഴ്ചവെക്കാൻ സാധിക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റ് കമൻട്രി മറ്റുമൊക്കെയാണ് നിലവിൽ ഇപ്പോൾ HDFC ലൈഫിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഓഹരി പരിശോധിക്കുമ്പോൾ നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏകദേശം 1.5% മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് HDFC ലൈഫിൻ്റെ ഓഹരിയിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നു. മറ്റ് ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡാനി പോർട്സ് ആണ്. ഏകദേശം 1% മുകളിലുള്ള നേട്ടം അഡാനി പോർട്സ് കാഴ്ചവെക്കുന്നു. IT കമ്പനിയായിട്ടുള്ള വിപ്രോയുടെ ഓഹരികൾ പരിശോധിക്കുമ്പോൾ നിലവിൽ ഏകദേശം 1% നേട്ടം വിപ്രോ കാഴ്ചവെക്കുന്നു. HDFC ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം ബാങ്കിങ് ഭീമനായിട്ടുള്ള HDFC ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ടെക് മഹീന്ദ്രയും ഒരു മികച്ച നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് 0.5% മുകളിലുള്ളൊരു നേട്ടത്തിലെത്താൻ ടെക് മഹീന്ദ്രയ്ക്കും സാധിക്കുന്നു എന്നൊരു വാർത്തയാണ് നമുക്കിപ്പോൾ നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിഫ്റ്റി 50യിൽ നിലവിൽ ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കമ്പനികളിലേക്ക് കടക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 2.5% ഒരു ഇടിവ് ശ്രീറാം ഫിനാൻസ് ഓഹരികൾക്കുണ്ടാകുന്നു. ഹീറോ മോട്ടോ കോപ്പ് പരിശോധിക്കുകയാണെങ്കിലും ബജാജ് ഓട്ടോ പരിശോധിക്കുകയാണെങ്കിലും ഓട്ടോ കമ്പനികൾ രണ്ടിനും ഏകദേശം 1.25% മുകളിലേക്കുള്ളൊരു ഇടിവ് 2 ഓഹരികളും രേഖപ്പെടുത്തുമ്പോൾ മഹേന്ദ്രയുടെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം 0.25% ഒരു ഇടിവും ഫാർമ കമ്പനിയായിട്ടുള്ള സിപ്ലയുടെ ഓഹരികൾ നിലവിൽ ഏകദേശം 1% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിഫ്റ്റി 50യിൽ നിന്ന് ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കുന്നത്. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ നിരക്കിൽ നേട്ടം രേഖപ്പെടുത്തുന്ന നിഫ്റ്റി ബാങ്ക് നിലവിൽ 57,038 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ ട്രേഡിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസിലേക്ക് നിലവിൽ കടക്കുകയാണെങ്കിൽ കാനറ ബാങ്കിൻ്റെയും മറ്റുമൊക്കെ ഓഹരികൾ ഒരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടത്തിൽ കാനറ ബാങ്ക് എത്തുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.25%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഹരികൾക്കും HDFC ബാങ്കിങ് ഓഹരികൾക്കും ഏകദേശം 0.5% മുകളിലുള്ളൊരു മികച്ച പെർഫോമൻസ് നിലവിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നു നിഫ്റ്റി ബാങ്കിൽ നിന്ന്. എങ്കിൽ കൂടിയും ICICI ബാങ്കിൻ്റെയും മറ്റുമൊക്കെ ഓഹരികൾ ഏകദേശം 0.25%-ഓട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഇടിവ് നേരിടുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ 0.5%-ന് മുകളിലുള്ളൊരു ഇടിവ്. ഇൻഡസിൻ ബാങ്കിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു നേട്ടത്തിന് ശേഷം ഇന്ന് ഏകദേശം ഒരു 0.5%-ന് മുകളിലേക്കുള്ളൊരു ഇടിവിലേക്ക് നിലവിൽ ഇപ്പോൾ ഇൻഡസിൻ ബാങ്ക് കടന്നിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇന്നത്തെ ഒരു സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയുള്ള ഒരു ട്രേഡിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നു. നിഫ്റ്റി മീഡിയയെ സംബന്ധിച്ചിടത്തോളം മറ്റുമൊക്കെ ഒരു മികച്ച നേട്ടം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഏകദേശം 1.5%-ഓളമുള്ളൊരു നേട്ടം നിഫ്റ്റി മീഡിയയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. നിഫ്റ്റി PSU ബാങ്ക് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ 0.5%-ൻ്റെ ഒരു നേട്ടവും രേഖപ്പെടുന്നു.
എങ്കിൽ കൂടി നിഫ്റ്റി മെറ്റൽ സൂചികയും മറ്റുമൊക്കെ ഏകദേശം ഒരു 0.5% മുകളിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഈ ഒരു മണിക്കൂറിൽ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മണിക്കൂറിലെ ഒരു മികച്ച മൊമെൻറ്റം കാഴ്ചവെക്കുന്ന നിഫ്റ്റി മീഡിയ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 1759 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ നിഫ്റ്റി മീഡിയയെ സംബന്ധിച്ചിടത്തോളമുള്ള ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ന് പാദഫലം വന്നിട്ടുണ്ടായിരുന്ന നെറ്റ്വർക്ക് ഓഹരികളിലാണ് മികച്ച ഒരു കുതിപ്പുണ്ടാകുന്നത്. നെറ്റ്വർക്ക് സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ വരുമാനത്തിലും മറ്റുമൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുറവുണ്ടായെങ്കിലും എബിഡ മാർജിനൊക്കെ വലിയൊരു രീതിയിൽ തന്നെ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയും നെറ്റ്വർക്ക് സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിച്ചിരുന്നു. കൂടാതെ ന്യൂസ് ബിസിനസ്സിൽ നിന്നുള്ള കമ്പനിയുടെ വരുമാനവും മറ്റുമൊക്കെ വർദ്ധിച്ചു എന്നുള്ളൊരു വാർത്തയും നെറ്റ്വർക്ക് സംബന്ധിച്ചിടത്തോളം ലഭ്യമായിരുന്നു. ഈ ഒരു പോസിറ്റീവ് വാർത്തകൾക്ക് ശേഷം ഏകദേശം 11.25% ഒരു നേട്ടം കാഴ്ചവെക്കാൻ നിലവിൽ നെറ്റ്വർക്ക് ഓഹരികൾക്ക് സാധിക്കുന്നു. ഹാത്വേ കേബിൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 8% മുകളിലുള്ളൊരു നേട്ടം ഹാത്വേ കേബിളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഡെൻ നെറ്റ്വർക്ക്സ് വളരെ ശക്തമായൊരു ട്രേഡിംഗ് കാഴ്ചവെക്കുന്നു. ഏകദേശം 4%-ഓളമുള്ളൊരു നേട്ടം ഡെൻ നെറ്റ്വർക്ക്സും കാഴ്ചവെക്കുമ്പോൾ നസാര ടെക്നോളജീസിൻ്റെ ഓഹരികൾക്ക് 1.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ട്രേഡിംഗും കാഴ്ചവെക്കാൻ സാധിക്കുന്നു. നിഫ്റ്റി മീഡിയയിൽ നിന്ന് നിലവിൽ ഇടിവിലുള്ള ഒരു ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഡിഷ് ടിവിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.5% ഇടിവുണ്ടാകുന്നു. PVR ഐനോക്സിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ 0.5% മുകളിലേക്കുള്ളൊരു ഇടിവ് PVR ഐനോക്സിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. എങ്കിൽ കൂടിയും ഇന്നിപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന കമ്പനികളുടെയും മറ്റുമൊക്കെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായൊരു സപ്പോർട്ട് തന്നെ ഇപ്പോൾ നിഫ്റ്റി മീഡിയയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അടുത്തായിട്ട് നിഫ്റ്റി PSU ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് നിലവിൽ 7169 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി PSU ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെ ഓഹരികൾ ഏകദേശം 1.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 1% മുകളിലുള്ളൊരു നേട്ടത്തിലുള്ളപ്പോൾ ഇന്ത്യൻ ബാങ്ക് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് 0.5% മുകളിലുള്ളൊരു നേട്ടം ഇന്ത്യൻ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പരിശോധിക്കുകയാണെങ്കിലും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് കടക്കുകയാണെങ്കിലും ബാങ്ക് ഓഫ് ഇന്ത്യ കടക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു 0.5% മുകളിൽ ഏകദേശം 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടത്തിലേക്ക് ഇതിൽ ചില ഓഹരികൾ എത്തിയിരിക്കുന്നു എന്നൊരു വിവരം. അങ്ങനെ ശക്തമായൊരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അവസാനമായിട്ടൊരു ബ്രോക്കറേജ് റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ പങ്കുവയ്ക്കാനായിട്ടുള്ളത് ICICI ലംബാർഡിന് നിലവിൽ മോത്തിലാൽ ഒസ്വാൾ നൽകിയിരിക്കുന്ന ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ്. ഒരു ബൈ റേറ്റിംഗ് ആണ് നിലവിൽ ഇപ്പോൾ ICICI ലംബാർഡിന് നിലവിൽ ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസായിട്ട് പറഞ്ഞിരിക്കുന്നത് 2400 രൂപയാണ് ടാർഗറ്റ് പ്രൈസായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 2034 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ICICI ലംബാർഡിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകവും മറ്റുമൊക്കെ വർദ്ധിച്ചതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും മറ്റുമൊക്കെ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി കമ്പനിക്ക് സാധിക്കും. എങ്കിൽ കൂടി കമ്പനിയുടെ കമ്പൈൻഡ് റേഷ്യോസും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ ICICI ലംബാർഡിന് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിൽ ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിൽ കൂടിയും 2026-ലും മറ്റുമൊക്കെയുള്ള സാമ്പത്തിക വർഷത്തിൽ പരിശോധിക്കുകയാണെങ്കിലും മറ്റും ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു റിക്കവറി ഉണ്ടാകും എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്. 2026-ൽ കമ്പനിയുടെ ഗ്രോത്തും മറ്റുമൊക്കെ വർദ്ധിക്കുമെന്നും കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇപ്പോഴുള്ളതിനേക്കാളും വർദ്ധിക്കും എന്നുള്ളൊരു പോസിറ്റീവായൊരു ഔട്ട്ലുക്ക് നിലവിൽ ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ICICI ലംബാർഡിന് നൽകുന്നു എന്നൊരു വിവരം കൂടിയാണ് ജാസ്മിൻ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഏകദേശം 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവിലേക്ക് ഇപ്പോൾ നിഫ്റ്റി 50 മാറിയിരിക്കുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ടു നെഗറ്റീവായൊരു നിരക്കിൽ 56,996 എന്ന് പറഞ്ഞൊരു നിരക്കിലും ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവയാണ് ജാസ്മിൻ ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ. നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് നൽകിയത്. സുരജ് സർ, നമുക്ക് ഏതായാലും ആ ഒരു സ്റ്റോക്കിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കടക്കാം. ജാസ്മിൻ, ശരിക്കും ഞാൻ നേരത്തെ ചൈനയുടെ GDP ഗ്രോത്ത് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5.2% ആണ്. ഞാൻ 2 എന്ന് ചേർത്ത് പറഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 5.2% ആണ്. അതായത് അതിന് മുമ്പേ, അതായത് ഫസ്റ്റ് ക്വാർട്ടറിൽ അല്ല ലാസ്റ്റ് ക്വാർട്ടറിൽ, അതായത് ജാനുവരി ഫെബ്രുവരി മാർച്ചിൽ 5.4% ആയിരുന്നു. 5.2% എന്നുള്ളത് ഗ്രോത്ത് തന്നെയാണ്. എങ്കിലും ഈ പറയുന്ന പോലെ 5.4% വെച്ചിട്ട് താഴോട്ടാണെങ്കിലും എക്സ്പെക്റ്റേഷൻ 5.1 കാരണം ചൈനീസ് GDP നന്നായിട്ട് ഗ്രോ ചെയ്തു എന്നാണ് പറയുന്നത്. അത് 5.2 ആണ്. എനിക്കൊരു സംശയം 2.5 എങ്ങാനും എവിടെയെങ്കിലും പറഞ്ഞു വന്ന്, അങ്ങനെ ഉണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണം എന്നുള്ളതാണ്. ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക്, സ്പോട്ട്ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഞാൻ ഈ സ്റ്റോക്ക് പറയാൻ വന്നു. ഞാൻ ഇന്ന് 2-3 സ്റ്റോക്ക് ശ്രദ്ധിക്കാൻ വന്നു. ഒന്ന് HDFC AMC പറഞ്ഞു, രണ്ടാമത് ബയോകോൺ പറഞ്ഞു, മൂന്നാമത് വെൽസ്പൺ ലിവിംഗ് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ഞാൻ നിഫ്റ്റി നോക്കാൻ നേരത്തെ ട്രേഡ് സെറ്റപ്പ് നന്നായിട്ട് കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ പ്രോഗ്രാമിൽ സ്ലീപ്പിംഗ് ജയൻസ് എന്നാണ് നമ്മൾ പല സ്റ്റോക്കിനെ കുറിച്ചും പറഞ്ഞത് അല്ലേ. നമ്മൾ ഇന്നലെ ആ സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞ ഏതായിരുന്നു? നമ്മൾ ഇന്നലെ
ഗുഡിയർ ആണ് പറഞ്ഞത്. നമ്മൾ ജില്ലറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തു എന്നുള്ള, PNGയെ കുറിച്ച് മെൻഷൻ ചെയ്തു എന്നുള്ള അതേപോലത്തെ ഒരു കമ്പനിയാണ് ഈ സ്പോട്ട് ലൈറ്റിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക്, അതായത് ബോംബെ ഡൈങ്. ഈ ബോംബെ ഡൈങ് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, ഞാനൊരു എന്താ പറയുക, ഒരു സ്ലീപ്പിംഗ് ജയൻ്റ് എന്നൊന്നും ഞാൻ അതിനെ പറയാൻ അവകാശപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് 2 ദിവസമായിട്ട് ഞാൻ അതിനെ നോക്കുമ്പോൾ അതിൻ്റെ കൗണ്ടറിൽ നല്ല വോളിയൂം ഇൻക്രീസും കാണുന്നുണ്ട്, നല്ല ഡെലിവറി വോളിയൂം ഇൻക്രീസും കാണുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കണം തോന്നി. ബോംബെ ഡൈ നിങ്ങൾക്ക് അറിയാം, പഴയ കമ്പനി തന്നെയാണ്, പഴയ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയാണ്. അതായത് പണ്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള കമ്പനി ഈ പറഞ്ഞ പോലെ ഓയിൽ ആൻഡ് ഗ്യാസും ബാങ്കിങ്ങും കൺസ്യൂമർ സ്റ്റോക്സ് ഒന്നുമല്ല, സിമെൻറ്റ് സ്റ്റോക്സ് ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ കമ്പനികളായിരുന്നു എന്നുള്ള. പക്ഷേ ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഫിറ്റബിൾ അല്ലാത്തൊരു ബിസിനസ്സായി മാറി. അതിനുശേഷം ഈ പല കമ്പനികളുടെയും അവരുടെ മില്ലും അല്ലെങ്കിൽ അവരുടെ ആ ഫാക്ടറിക്കൊക്കെ ഉണ്ടായിരുന്ന ലാൻഡൊക്കെ പണ്ടൊക്കെ സിറ്റിക്ക് വെളിയിലായിരുന്നു. ഇപ്പോൾ സിറ്റി വലുതായപ്പോൾ ആ ലാൻഡൊക്കെ ഇതിനകത്തായി. അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽ ബിസിനസ് വളരെ പ്രൊലിഫിക്കും പ്രോഫിറ്റബിളും അല്ലാത്തത് കാരണം ടെക്സ്റ്റൈൽ ബിസിനസ്സൊക്കെ കുറച്ചിട്ട് ബാക്കിയുള്ള റെസിഡ്യൂ ലാൻഡ് അവർ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് വിറ്റാണ് മുന്നോട്ട് പോകണമെന്നുള്ള. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഫീനിക്സ് മിൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഈ ഫീനിക്സ് മിൽസ് എന്ന് പറഞ്ഞ കമ്പനി ഈ ടെക്സ്റ്റൈലായിട്ട് മില്ലൊന്നും ഇപ്പോൾ അവർക്കില്ല. ചെന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹോട്ടലും നല്ലൊരു മോളുമാണ് ഫീനിക്സ് മോൾ. അപ്പോൾ ആ രീതിയിലേക്ക് കമ്പനികൾ ബിസിനസ്സിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ബോംബെ ഡൈങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഹ്യൂജ് ഡെലിവറി ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസ് ഏതാണ്ട് 168 രൂപയാണ് ഇന്ന് മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പേ. മാർക്കറ്റ് ക്യാപ്പ് 3400 കോടി രൂപയാണ്. ഇത് വാഡിയ ഗ്രൂപ്പാണ് പ്രൊമോട്ടേഴ്സ്. വാഡിയ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടാണ് നെസ്ലി വാഡിയ. പണ്ട് എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മുടെ ബ്രിട്ടാനിയയുടെ പണ്ടുണ്ടായിരുന്ന ഒരു രാജൻ പിള്ളയുടെ ഡെത്തായിട്ടൊക്കെ നെസ്ലി വാഡിയെ നമ്മൾ പറഞ്ഞിരുന്നു. 80കളിലെ ലേറ്റ് 80s മിഡിൽ 80siലൊക്കെ രാജൻ പിള്ളയുടെ ഡെത്തായിട്ട് നെസ്ലി വാഡിയുടെ പേരൊക്കെ പല സ്ഥലത്തിട്ട് ഉയർന്നു വന്നു എന്നുള്ള. പ്രൊമോട്ടർ ഗ്രൂപ്പ് ഫാമിലി ആൻഡ് മക്കൾ, അച്ഛനും മക്കളും ഒന്നും വലിയ രീതിയിൽ അപ്രൈറ്റ് ആൾക്കാരൊന്നുമല്ല. നമുക്കറിയാം ജെ വാഡിയ ഒരു എയർലൈൻ നടത്തിയിരുന്നു, ഗോ എയർ. അപ്പം നസ്ലി വാഡിയുടെ മകനാണ് ജെ വാഡിയ. മറ്റൊരു മകൻ എന്ന് പറഞ്ഞാൽ നെസ് വാഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കിങ്സ് 11 പഞ്ചാബിൻ്റെ ഓണറായിരുന്നു, അപ്പോൾ IPL ടീമിൻ്റെ. അപ്പോൾ ഒരു അപ്രൈറ്റ് പ്രൊമോട്ടേഴ്സ് ആണെന്നൊന്നും പറയാൻ ഒക്കില്ല. ഈ കമ്പനിയുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രൊഡ്യൂസർ, അതായത് പോളിസ്റ്റർ സ്റ്റേപ്പിൾ ഫൈബർ PSF, അതിൻ്റെ 6 കമ്പനി, അത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന 6 കമ്പനികളിൽ ഒരു പ്രോമിനൻറ്റ് കമ്പനിയാണ്. ഇതായിരുന്നു ഒരു കാലത്ത് അവരുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞത്. ഏതാണ്ട് 15% മാർക്കറ്റ് ഷെയർ ഉണ്ട് പോളിസ്റ്റർ സ്റ്റേബിൾ ഫൈബർ ആ കാറ്റഗറിയിൽ എന്നുള്ളത്. പിന്നെ ഇത് കൂടാതെ റീറ്റെയിൽ ഡിവിഷൻ, അതായത് ടെക്സ്റ്റൈൽ ഡിവിഷൻ ബാക്ക് എൻഡിലുള്ളപ്പോൾ നമുക്ക് റീറ്റെയിൽ ഡിവിഷനായിട്ട് മുന്നോട്ട് വരുമല്ലോ. അപ്പോൾ ബോംബെ ഡൈങ് സ്റ്റോഴ്സ് ഒക്കെ നമ്മൾ MG റോഡിലും മറ്റുള്ള സ്ഥലത്തും ഒക്കെ കണ്ടു കാണും എന്നുള്ളത്. അതായത് അവർ ഫേമസ് ആയിട്ടുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ ടവൽസ്, ബെഡ്ഷീറ്റ്, കുഷൻ കവേഴ്സ്, ഇങ്ങനെ ഈ ഫർണിഷിങ് ഐറ്റംസ് ആണ് ബോംബെ ഡൈങ് ഭയങ്കരമായിട്ട്. പിന്നെ അതുമല്ല ഈ എന്താ പറയുക, കിഡ്സ് വെയർ ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ ഈ സ്കൂൾ ഇപ്പോൾ തുറന്ന കാലഘട്ടമല്ലേ, ഈ സ്കൂൾ യൂണിഫോമിനൊക്കെ ബോംബെ ഡൈങ്ങിൻ്റെയാണ് നമ്മൾ യൂണിഫോമിൻ്റെ തുണി എടുക്കുന്നതെന്നൊക്കെയുള്ള. ഇതൊക്കെയാണ്, അതായത് ടെക്സ്റ്റൈലും റീറ്റെയിൽ അപ്പാരൽസും ഒക്കെയാണ് ഇവരുടെ ഫ്രണ്ട് എൻഡെങ്കിൽ പോലും ഇവർക്ക് ഏറ്റവും കൂടുതൽ മേജർ റവന്യൂസ് തരുന്ന ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റീറ്റെയിലാണ്. ആ റീറ്റെയിലാണ് ഇവർ റിയൽ എസ്റ്റേറ്റ്. ആ റിയൽ എസ്റ്റേറ്റ് വിറ്റ് ആ ലാൻഡ് പാർസലൊക്കെ അവരൊരു എന്താ പറയുക ചെറിയൊരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് വിറ്റ് കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോംബെ ഡൈങ് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ടെക്സ്റ്റൈൽ കമ്പനിയെക്കാളിലും എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ള. ഇവരുടെ FY25 റവന്യൂ എന്ന് പറയുന്നത് 1732 കോടിയാണ്. നെറ്റ് പ്രോഫിറ്റ് 490 കോടിയാണ്. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദിസ് ദേ ആർ എ ഡെറ്റ് ഫ്രീ കമ്പനി എന്നുള്ളതാണ്. ഡിവിഡൻഡ് പേയിങ് എന്നും കൂടെയാണ്. കാര്യം ഡിവിഡൻഡ് കിട്ടുമ്പോഴാണല്ലോ പ്രൊമോട്ടറിന് പൈസ കിട്ടുന്നത് എന്നുള്ള. നമുക്ക് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പ്രൊമോട്ടറായിരിക്കും, ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് എന്നുള്ള. ഇപ്പോൾ ബോംബെ ഡൈങ് ഞാൻ ഇതിൽ പറയാൻ കാര്യം വേറെ ഒരു പ്രത്യേകതയില്ല. ഇതൊരു റെക്കമെൻഡേഷനോ ഇതൊരു അഡ്വൈസോ ഒരു സോളിസിറ്റേഷനോ അല്ല. നിങ്ങൾ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെ കണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് പിക്കിംഗ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഞാൻ ഈ ബോംബെ ഡൈങ് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ അവതരിപ്പിക്കാൻ കാര്യം അതിൻ്റെ എന്താ പറയുക ഡെലിവറി വോളിയൂംസ് വളരെ ഹൈ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് വഴി ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം ജാസ്മിൻ. ഇതെല്ലാം നമുക്കിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കൂടി പോകാം. അതിനായിട്ട് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറക്സ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഏതായാലും നമുക്ക് കഴിഞ്ഞ ദിവസം റിസൾട്ടുകൾ വന്ന കമ്പനികളുടെ ഒരു പെർഫോമൻസിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ആദ്യം തന്നെ HDFC ലൈഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 1% കൂടുതൽ ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പനിയുടെ നെറ്റ് പ്രീമിയം ഇൻകം 15% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മറ്റ് പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് 14% ഒരു മുന്നേറ്റമാണ്. ഒരു ഭേദപ്പെട്ട റിസൾട്ടുകൾ HDFC ലൈഫ് ഇൻഷുറൻസ് ഫസ്റ്റ് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് ഇന്ന് മാർക്കറ്റിലും കാണാൻ സാധിക്കുന്നുണ്ട്. HDFC ലൈഫ് സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്സ് തന്നെയാണ് HDFC ലൈഫ്.
760 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ലെവലാണ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു പോസിറ്റീവ് ട്രെൻഡിലുള്ള സ്റ്റോക്സ് ആണ്. 1-2 ദിവസങ്ങൾ കഴിഞ്ഞ വീക്കിലൊക്കെ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരുന്നു. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും റീട്രേസ് ചെയ്യാനായിട്ട് റീട്രേഡ് ബൈ എന്ന ലെവലിൽ തിരിച്ച് റീഇനിഷ്യേറ്റ് ചെയ്യുകയും പോസിറ്റീവിലേക്ക് പോകുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ഇപ്പോഴത്തെ ലെവലിൽ 740 എന്ന് പറയുന്ന നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. ആ 740 എന്ന് ഒരു മൂവ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 800 വരെയെല്ലാം പോകാനുള്ള സാധ്യതയുണ്ട്. 800 മേളിലും പോകാനുള്ള സാധ്യതയുണ്ട്. വോളിയത്തിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ടെക്നിക്കലി ഒരു പോസിറ്റീവ് എന്ന് തന്നെയാണ് നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഈ ഒരു പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് നല്ലൊരു റീറ്റെയിലേഴ്സിന് തീർച്ചയായിട്ടും ഒരു മൊമെന്റം ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ് ഇപ്പോഴത്തെ HDFC ലൈഫിന്റെ ഒരു ചാർട്ടിൽ കാണുന്നത്. മറ്റൊരു സ്റ്റോക്ക് ജിയോജിത്ത് ആണ്. ജിയോജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാർക്കറ്റിൽ തുടക്കം മുതൽ തന്നെ ഒരു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 5.5% കൂടുതൽ ഇടിവിലേക്ക് പോയിരിക്കുന്നു. 77 രൂപ 43 പൈസ എന്നുള്ള ഒരു നിലവാരത്തിലേക്കാണ് ജിയോജിത്ത് ട്രേഡ് ചെയ്യുന്നത്. ജിയോജിത്തിന്റെ നമ്പേഴ്സ് അത്ര ഭേദപ്പെട്ടതായിരുന്നില്ല. റവന്യൂ 13% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 11% കൂടുതൽ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ജിയോജിത്ത് കുറച്ച് കാലമായിട്ട് ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. അതിനുശേഷം ഒരു റിക്കവറി മോഡൊക്കെ കാണിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും അത് താഴോട്ട് പോകുന്ന ഒരു സ്റ്റേബിൾ അല്ല ഒരു ലെവലിലേക്ക് പോവുകയാണ്. ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് എന്ന് തന്നെ പറയാം. 90 and 70 എന്ന് പറയുന്ന 2 ലെവൽസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ലെവലിനുള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ നമ്മളെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള മറ്റ് സ്റ്റോക്സുകൾ ഇപ്പോൾ ഇതേപോലെ കമ്പയർ ചെയ്യുമ്പോൾ പിയർ ഗ്രൂപ്പ്സുകൾ വളരെയധികം പോസിറ്റീവായിട്ട് പെർഫോം ചെയ്തപ്പോഴും ഇത് കുറച്ച് താഴോട്ട് വരികയായിരുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലാണ്. ഇപ്പോൾ അത് സ്റ്റേബിൾ ആണെന്ന് പറയാം. എന്തെങ്കിലും നല്ല പ്രതീക്ഷകൾ നല്ല എക്സ്പെക്ടേഷൻസ് ഒക്കെ മാനേജ്മെന്റ് അല്ലെങ്കിൽ നല്ല ഗൈഡൻസ് ഒക്കെ കൊടുക്കുകയാണല്ലോ, പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പിക്കപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ് നമ്മുടെ ജിയോജിത്ത്. ബട്ട് ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെയിറ്റ് ആൻഡ് വാച്ച് എന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. 70 വളരെ നല്ലൊരു സപ്പോർട്ടാണ്. ഒരു 90 എന്ന് പറയുന്ന അപ്പർ ലെവലിൽ റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. ഇൻ ബിറ്റ്വീൻ ഇതിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. വോളിയം വളരെയധികം ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടില്ല. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വോളിയം അതിലുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ജസ്റ്റ് ഡയൽ ആണ്. ഇന്ന് അഗെയിൻ 2% കൂടുതൽ 2.46% ഒരു ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുകയാണ്. ജസ്റ്റ് ഡയലിന്റെ റവന്യൂ 6.42% അപ്പായിരുന്നു. എബിറ്റയിലും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ട്. നെറ്റ് പ്രോഫിറ്റും 13.7% ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഡയലിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ജസ്റ്റ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം വലിയ മൂവ്മെന്റ്സുകളില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു 900 അടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഈവൻ 960 ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയാവുന്നത്. 850 ലെവലിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ച് റിക്കവർ. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി എന്തെങ്കിലും വരാനിരിക്കുന്ന മേക്ക് ഓർ ബ്രേക്ക് എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ സ്റ്റോക്സ് ട്രേഡ് ചെയ്യുന്നത്. 950 എബോ 950 960 എബോ ട്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് വ്യൂ തന്നെയാണ് അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ ലെവലിൽ വലിയ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല. 850 വരെയൊക്കെ സപ്പോർട്ടുണ്ട്. 850 അടുത്തൊക്കെ വരുമ്പോഴാണ് ബൈ ചെയ്യാവുന്നതാണ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു പ്രൈസിൽ സ്റ്റേബിൾ ആണ്. വോൾട്ടാലിറ്റി വളരെ കുറവാണ്. വോളിയം വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റേബിൾ ആയിട്ടുള്ള വോളിയം അതിന് ഉണ്ട് എന്നുള്ളത് മുമ്പൊക്കെ വളരെ ഒരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആയിരുന്നു. വോൾട്ടാലിറ്റി കൂടിയ സ്റ്റോക്സ് ആയിരുന്നു. ഇപ്പോൾ അതിന്റെ വോൾട്ടാലിറ്റി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സോ ഒരു കോഷ്യസ് ആയിട്ട് വാച്ച് 950 960 എബോ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ അടുത്തുള്ള റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ 1200 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിനെ നമുക്ക് ഇമ്മീഡിയറ്റ് വാച്ച് ചെയ്യുക. അതിനുശേഷം അത് പോസിറ്റീവ് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നെഗറ്റീവ് അല്ല, സ്റ്റേബിൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയാം. മറ്റൊരു സ്റ്റോക്ക് ICC ലംബാർഡ് ആണ്. ഇന്ന് ഇപ്പോൾ ഒരു ക്വാർട്ടർലി നമ്പേഴ്സ് ഭേദപ്പെട്ട നമ്പേഴ്സിന് ശേഷം 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ICCയുടെ നമ്പേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 28% ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ടോട്ടൽ ഇൻകം 13.7% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സിലൊക്കെ തന്നെ ഒരു ഭേദപ്പെട്ട നമ്പേഴ്സ് കമ്പനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ICC ലംബാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിലാണ് 2301 എന്നുള്ള ഒരു നിലവാരത്തിൽ ഒരു ഹൈ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടിട്ടില്ല. ICC ലംബാർഡിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? കറണ്ട് ലെവലിലെ ഒരു പോസിറ്റീവ് വ്യൂ ആണ് എനിക്കുള്ളത്. കാരണം
ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക്ഔട്ടൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 2300-ലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇപ്പോൾ കാണുന്നത്. വോളിയത്തിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. ഈ കഴിഞ്ഞ 2300-ന് ശേഷം നല്ലൊരു സ്റ്റിഫ് ഫോൾ തന്നെ ഉണ്ടായിരുന്നു. 1600-ലേക്കൊക്കെ വന്നിരുന്ന സ്റ്റോക്സ് ആണ്. അവിടെ നിന്ന് റിക്കവറി മോഡിലാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളത് കാണേണ്ടത് പോസിറ്റീവായിട്ടുള്ള ഒരു റിക്കവറി മോഡിൽ വരുന്ന സ്റ്റോക്സ് ഓരോ മൂവ്മെന്റ് വരുന്നതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും അത് സ്റ്റേബിൾ ആയുള്ള ഒരു മൂവ്മെന്റ്സ് ആണ്, പടിപടിയായിട്ട് ഉയർന്നു വരുന്ന ഒരു മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് ചാർട്ടിൽ കാണാൻ കഴിയുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വോളിയം ഇമ്പ്രൂവ്മെന്റ്സും വരുന്നുണ്ട്. സോ എനിക്കതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ആണുള്ളത്. 2300 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ദോ നമുക്കൊരു 1940 ആ ലെവലിൽ ഇപ്പോൾ ഒരു സപ്പോർട്ട് സോൺ ആണ്. അതിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ബൈ ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. 2300 വരെ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പോസിറ്റീവ് വ്യൂ ഉള്ള സ്റ്റോക്സ്. ഓക്കെ സർ, ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഏതെങ്കിലും സ്റ്റോക്കോ സെക്ടേഴ്സോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാനുണ്ടോ? നമുക്ക് ഫിനാൻഷ്യൽ ആക്സിലറീസ് ഇതേപോലുള്ള കമ്പനികൾ, എനിക്ക് ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജനറൽ ഇൻഷുറൻസ് പോലുള്ള കമ്പനീസ് അത് പോസിറ്റീവായിട്ടുള്ള വ്യൂ ഉള്ളതാണ്. ദെൻ നമ്മളുടെ ഫെർട്ടിലൈസർ സെക്ടറിൽ ഇപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള വ്യൂസ് ഉള്ളതാണ്. മുമ്പ് നമ്മളത് പങ്കുവച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള കമ്പനീസിൽ RCF ആയിരുന്നാലും MCF ആയിരുന്നാലും പോസിറ്റീവായിട്ടുള്ള വ്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു സീസൺ ഒരു 2-3 മന്ത്സിൽ നമുക്കൊരു വളരെയധികം പോസിറ്റീവായുള്ള ഒരു വ്യൂ ഉള്ള സെക്ടേഴ്സ് ആണ്. താങ്ക് യു സോ മച്ച് അനീഷ് സർ. താങ്ക് യു. സുരജ് സർ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പ്രേക്ഷകൻ ഒരു ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊരു ബിഗിനർ എന്നുള്ള നിലയിൽ വായിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ബുക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നൽകാമോ എന്നുള്ളത്. ഡോൺ ജോസഫ് അല്ലേ? മിസ്റ്റർ ഡോൺ ജോസഫ്. ഓക്കെ, അപ്പോൾ ജാസ്മിൻ, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ബുക്സ് ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തി നമ്മുടെ അടുത്തൊരു ബുക്സ് ചോദിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നന്നായിട്ട് എക്സൽ ചെയ്ത് നന്നായിട്ട് പ്രോഫിറ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്ത് അത് നല്ലൊരു വെൽത്ത് ക്രിയേഷൻ ടൂളായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള സദുദ്ദേശമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അവരോട് പറയാനുള്ളത്, ഞാൻ ഈ പറയാൻ പോകുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലിസ്റ്റാണ്. ചിലപ്പോൾ അത് മറ്റുള്ള എക്സ്പേർട്സായിട്ട് ഞാൻ യോജിച്ച് പോകണമെന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്ന ഒരു കാര്യം. പക്ഷേ മാർക്കറ്റിൽ എപ്പോഴും ഞാൻ ബുക്സ് പറയുന്നതിന് മുമ്പേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. മാർക്കറ്റിൽ പല ടൈപ്പ് ആൾക്കാർ പല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കും. ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരുണ്ട്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ലോങ്ങർ ടേം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഷോർട്ട് പ്ലേ ചെയ്യുന്നവരുണ്ട്, അതായത് മാർക്കറ്റ് തിരിച്ച് നെഗറ്റീവ് കളിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ട്രേഡ് ചെയ്യുന്നതിൽ മാത്രം റിലയൻസിൽ മാത്രം ഡെയിലി ട്രേഡ് ചെയ്യുന്നവരുണ്ട്, SDFC മാത്രം ട്രേഡ് ചെയ്യുന്നവരുണ്ട്, BTST ട്രേഡേഴ്സ് ഉണ്ട്, അതായത് ബൈ ടുഡേ സെൽ ടുമോറോ. വൈകുന്നേരം 3:25 ആകുമ്പോൾ മേടിക്കുന്നു, മാർക്കറ്റ് തുറക്കുമ്പോൾ ഓപ്പൺ ചെയ്യുന്നു. പലരും പല രീതിയിൽ അവരുടേതായ രീതിയിൽ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇന്ന സ്ട്രാറ്റജിയാണ് നല്ലത്, അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ് നല്ലത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രേഡിംഗ് ആണ് നല്ലത്, F&O ആണ് നല്ലതെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ജോബ്. അതായത് നിങ്ങൾക്ക് ഒരു കോമൺ മാനിൻ്റെ കണ്ണുകളിൽ കൂടെ നിങ്ങളുടെ പരിമിതികൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ റോഡിൽ നിന്നോ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ദിനചര്യയിൽ നിന്നോ ഒരു സ്റ്റോക്ക് മേടിച്ച് ഒരു ലോങ്ങർ ടേം ഇൻവെസ്റ്ററായി മാറിയാൽ നന്നാവും എന്നുള്ള. അപ്പോൾ ഒരു ഫണ്ടമെന്റലും ടെക്നിക്കലും പഠിക്കുന്നത് നല്ലതാണ്, അത് ഞാൻ ഒരിക്കലും മോശമായിട്ട് പറയില്ല. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്ന കാര്യം എന്നറിയോ, നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സാധാരണ പറയുന്നത് എന്നറിയോ, ടു മേക്ക് മണി ഇൻ സ്റ്റോക്സ് 95% ഈസ് ടെമ്പർമെൻറ്റ് ആൻഡ് യുവർ ക്യാരക്ടർ. നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങളുടെ ടെമ്പർമെൻറ്റുമാണ് 95%. സ്റ്റോക്ക് പിക്കിംഗ് എന്ന് പറയുന്നത് വെറും 5% മാത്രമേ ഉള്ളൂ. ഈ സ്റ്റോക്ക് പിക്കിങ്ങിന് വേണ്ടിയിട്ടല്ല ശരിക്കും നമ്മൾ സമയം ചിലവാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, SDFC സ്റ്റോക്സിൽ മാത്രം കൊല്ലങ്ങളായിട്ട് 30 കൊല്ലമായിട്ട് ട്രേഡ് ചെയ്യുന്നവരെ എനിക്കറിയാം. വേറെ ഒന്നും ഒരു മാർക്കറ്റിനെ കുറിച്ച് നോക്കില്ല. ചിലവർ ഈ പറയുന്നതിൽ 10 രൂപ ഫേസ് വാല്യൂ സ്റ്റോക്ക് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇങ്ങനെ പല ആൾക്കാരുടെ സ്ട്രാറ്റജി മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഒരേ വഴിയിൽ, അതായത് ഫണ്ടമെൻ്റലും ടെക്നിക്കലും പഠിച്ചാൽ മാത്രമേ നമ്മൾ ആ രീതിയിൽ എത്തുന്നുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി നിങ്ങളുടെ വീക്ക്നെസ്സുകൾ അളന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടതെന്നുള്ളത്. അതാണ് നിങ്ങളെ തന്നെ, അതായത് ഒരു കണ്ണാടി വെച്ച് നിങ്ങളെ തന്നെ നോക്കി പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ 95% എഫേർട്ടും നിങ്ങളിലാണ് ഇടുന്നത്, 5% മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഉള്ളൂ എന്നുള്ള. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റോക്കുകളെ ആദ്യം പറയുന്നത് എന്നുള്ള ബുക്കുകളെ ആദ്യം പറയുക എന്നുള്ളത്. ക്ഷമിക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം പഠിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളിതിനകത്ത് കുറച്ചൊന്ന് എന്താ പറയുക, ഒരു വളരെ സിമ്പിൾ ടേംസിൽ നിങ്ങൾക്ക് ഞാൻ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ പേഴ്സണാലിറ്റിയെ കവർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്യാരക്ടറിനെ കവർ ചെയ്യുന്നുണ്ട്, സൈക്കോളജി കവർ ചെയ്യുന്നുണ്ട്, സ്റ്റോക്സ് കവർ ചെയ്യുന്നുണ്ട്,
ഫണ്ടമെന്റൽസ് കവർ ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ കവർ ചെയ്യുന്നുണ്ട്, എല്ലാം കവർ ചെയ്യുന്ന ഒരു ബുക്സാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ടോപ്പ് 10 ബുക്സ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഇതിനകത്ത് രസമുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ നന്നായിട്ട് എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്യാരക്ടർ വേണം എന്നുള്ള ഒന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്സ് എന്ന് പറയുന്നതിനോട് നമുക്കൊരു വിശ്വാസം വരണം, അതിനോട് സ്നേഹം വരണം. അപ്പം നമ്മളൊരു പാട്ട് കേൾക്കുക എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മൾ എന്ന് പാട്ട് കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു സ്പോർട്സോ ഗെയിംസോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻവോൾവ് ചെയ്യുന്ന പോലെ സ്റ്റോക്സും നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ സ്റ്റോക്കും സ്റ്റോക്ക് മാർക്കറ്റും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിരിക്കണം, നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈ ആർട്ടിനോടും ലിറ്ററേച്ചറോടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതേ സെസ്റ്റിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന് എടുക്കണം. അതായത് നിങ്ങൾ പേപ്പർ വായിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ന്യൂസ് കണ്ട് അതിൻ്റെ മറ്റേ വശം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ എൻജോയ് ചെയ്യണം. സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടി മാത്രം ചെയ്യരുത്, നിങ്ങളുടെ നോളജ് ഇൻക്രീസ് ചെയ്യിക്കാന്നൂടെ ചെയ്യണം. ഈ വാറൻ ബഫെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് ദ ബെസ്റ്റ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ഈസ് നോട്ട് ഗോൾഡ് ഓർ സ്റ്റോക്സ്, ബട്ട് ഇറ്റ് ഈസ് യുവർ നോളജ്. നിങ്ങളുടെ നോളജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിപരം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ടൂൾ ലോകത്തിലാന്ന് വാറൻ ബഫെ തന്നെ ലെറ്റർ ടു ഷെയർ ഹോൾഡേഴ്സിൽ പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ചൊരു ലിറ്ററേച്ചറും ആർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനത്തിനെ മനസ്സിനോട്ട് എടുത്ത് നിങ്ങൾക്ക് അത് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. പിന്നെ സൈക്കോളജി നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് അറിഞ്ഞിരിക്കണം. കോമൺ സെൻസ് മതി. റിയൽ എസ്റ്റേറ്റിൽ യൂസ് ചെയ്യുന്ന സൈക്കോളജി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആരും പഠിപ്പിച്ചു തരുന്നില്ലല്ലോ, ആ സൈക്കോളജിയാണ് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യാൻ മതി. നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ഡീൽ മേടിക്കാനോ സെല് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്കില്ലേ, അതായത് ക്യാഷ് കംപ്ലീറ്റ് വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെ പോലെ കുറേ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള സൈക്കോളജി നിങ്ങൾക്ക് വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. കാര്യം ഇത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്, രണ്ട് പേര് തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ്, ഓപ്പോസിറ്റ് ഉള്ളതും നമ്മളും ബയറും സെല്ലറും തമ്മിൽ. അപ്പോൾ ആ ഒരു സൈക്കോളജി, ബയർ സെല്ലർ സൈക്കോളജി അറിയാൻ അതൊരു നല്ല കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. പിന്നെ നന്നായിട്ടൊന്ന് ഹെൽത്ത് നോക്കണം. കാര്യം നമ്മളിനി എത്ര കാശുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ചിരുന്നാലേ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അതൊന്ന്. പിന്നെ നാലാമത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മെയിൻ ലൈൻ പ്രൊഫഷനായിട്ട് എടുക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് ബേസിക്കലി നമ്മൾ വേറെ ഒരു സ്ട്രീമിൽ നിന്ന് നമുക്ക് ഇൻകമും റവന്യൂ ഒക്കെ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഇൻവെസ്റ്റിങ്ങിന് മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾ ജോലിയെല്ലാം റിസൈൻ ചെയ്ത് ഫുൾ ടൈം സ്റ്റോക്ക് ട്രേഡറായി മാറരുത്. പിന്നെ 3 കൊല്ലം 5 കൊല്ലം ആവശ്യമില്ലാത്ത പൈസ കൊണ്ടുവരണം. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ. ഞാൻ ഇനി ബുക്സിലേക്ക് കടക്കാമെന്നുള്ള. ഒന്നാമത്തെ ബുക്ക് ശരിക്കും പറഞ്ഞാൽ അനിൽ ലംബ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ ഓഥറുണ്ട്. ഈ അനിൽ ലംബയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബാലൻസ് ഷീറ്റ്, P&L, നമ്മൾ കുറച്ച് ഈ ഫണ്ടമെന്റൽസ് പഠിക്കുമ്പോൾ ഫിനാൻഷ്യൽസ് പഠിക്കുമല്ലോ, നമ്മൾ റവന്യൂ പറയും, നെറ്റ് പ്രോഫിറ്റ് വരും, ഇബിറ്റ പറയും, ROC പറയും, റിട്ടേൺ ഓൺ ഇക്വിറ്റി പറയും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ വരുന്നതെന്നുള്ള. സാധാരണ നമ്മളൊരു ബിസിനസ് നടത്താൻ നേരത്തെ നമ്മളെപ്പോഴും അത് സെയിൽസ് നടത്തുന്നതിനെ കാര്യം, മാർക്കറ്റിംഗ് നടത്തുന്നതിനെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കും. ശരിക്കും ഒരു ബിസിനസ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആ ബിസിനസ് എങ്ങനെ നടത്തണം എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് CFO ആണ്. അതായത് നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാൻ വേണം. അതായത് എത്ര രൂപയൊക്കെ നമുക്ക് ചിലവാക്കാം മാക്സിമം, എത്ര നാൾ വരെ നമ്മൾ ലോസിൽ പോകും, എവിടെ വെച്ച് ബ്രേക്ക് ഈവൻ ആവും എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ എക്സ്പെൻസസ് കൺട്രോൾ ചെയ്യണം, എവിടെയൊക്കെ കൂടുതൽ ചിലവാക്കണം, ഏത് ബിസിനസ്സിൽ ഏത് വെർട്ടിക്കലിലാണ് കൂടുതൽ കാശ് ചിലവാക്കേണ്ടത്, ഇത് ആദ്യം ചെയ്തിട്ട് ഈ ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ മുകളിലാണ് ഒരു ബിസിനസ് പ്ലാനോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പ്ലാനൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യം. വെച്ചാൽ ആ ഫിനാൻഷ്യൽ പ്ലാനാണ്, മണിയാണ് എവറിത്തിങ്, മണി ഈസ് എവറിത്തിങ്. അപ്പോൾ ആ മണി കൈവിട്ട് പോയാൽ തെറ്റാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മോഡലിംഗ് ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഒരു ഫിനാൻസിൻ്റെ ബേസിക്സ് അറിയാമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അത് സിമ്പിളായിട്ട് അറിഞ്ഞാൽ മതി, വലിയ രീതിയിലല്ല. അതൊരു ഫിഗർ കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവണം. അപ്പോൾ അനിൽ ലംബ നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ റൊമാൻസിങ് ദ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഫോർ നോൺ ഫിനാൻസ് പീപ്പിൾ. ഫിനാൻസ് അറിയാത്തവർക്ക് ഇത് വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബേസിക്സ് ഓഫ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഫിനാൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു ബേസിക് ബുക്കുണ്ട്, അതാണ് രണ്ടാമത്തെ ബുക്ക്. അതും അനിൽ ലംബ തന്നെ എഴുതിയതാണ്, ഫ്ലേർട്ടിംഗ് വിത്ത് സ്റ്റോക്സ്. അതായത് സ്റ്റോക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ. നിങ്ങൾക്ക് ഈ രണ്ട് ബുക്കുകളും നിങ്ങൾക്കൊരു നോവൽ പോലെ, ഒരു കഥ വായിക്കും പോലെ വായിച്ചു പോകും. അതായത് ഡിസ്ക്രീറ്റ് ആയിട്ട്, അതായത് വെറും നമ്മൾ 10 രൂപ കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുന്നു, അതിൻ്റെ എക്സ്പെൻസ് ഇത്രയാണ്, അതിൻ്റെ പ്രോഫിറ്റ് ഇങ്ങനെയാണ്, ലെമൺ ജ്യൂസിൻ്റെ ബിസിനസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു എക്സാമ്പിൾ വെച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന മാർഗ്ഗത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഫൗണ്ടേഷൻ, ഒരു ഫിനാൻഷ്യൽ അനാലിസിസിനും ഫണ്ടമെന്റൽ അനാലിസിസിനും ഒരു എന്താ പറയുക, ഒരു ഫിഗർ നമുക്ക് കൈ കിട്ടുമ്പോൾ എന്താണ് റവന്യൂ, എന്താണ് എബിറ്റ, എന്താണ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 2 ബുക്കും വളരെ നല്ലതാണെന്നാണ്. മൂന്നാമത്തെ ബുക്ക് ഒരു സൈക്കോളജി റിലേറ്റഡ് ബുക്കാണ്. സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ കൂടിയ സൈക്കോളജി അല്ലെന്നല്ല. ഈ സൈക്കോളജിയുടെ ഇതിൽ തന്നെ, സൈക്കോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റിൽ തന്നെ സൈക്കോളജിയുടെ ചെറിയൊരു സെക്ഷൻ ഉണ്ട്, ബിഹേവിയറൽ ഫിനാൻസ്. അതായത് നിങ്ങളെ ഫിനാൻസ് അല്ലെങ്കിൽ മണി എങ്ങനെ നിങ്ങളെ സൈക്കോളജിക്കലി ആയിട്ട് നിങ്ങളെ അഫക്റ്റ് ചെയ്യണമെന്നില്ല. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഒരു ബയറും സെല്ലറും, നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഡീലിന് ബൈയോ സെല്ലോ പോകുമ്പോൾ നിങ്ങളുടെ ഒരു നെഗോഷിയേഷൻ ടാക്ടിക് ഉണ്ടല്ലോ, അത് കൂടുതലും സൈക്കോളജിയാണ്. നമ്മൾ പോകാൻ
പോകാൻ നേരത്ത് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് നമുക്കെല്ലാവർക്കും ആ ഇൻബിൽറ്റായിട്ട് കഴിവുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്കും നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എഴുതിയിരിക്കുന്നത് ഗാരി ബെൽസ്കി എന്ന് പറയുന്ന ഒരു ഓഥറാണ്. ഈ ബുക്കിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ വൈ സ്മാർട്ട് പീപ്പിൾ മേക്ക് ബിഗ് മണി മിസ്റ്റേക്സ് ആൻഡ് ഹൗ ടു കറക്റ്റ് ദം. അതായത് വൈ സ്മാർട്ട് പീപ്പിൾ മേക്ക് ബിഗ് മണി മിസ്റ്റേക്സ് ആൻഡ് ഹൗ ടു കറക്റ്റ് ദം. ഇത് ബിഹേവിയറൽ ഫിനാൻസ്, അതായത് വളരെ ക്ലീൻ എക്സാമ്പിൾസും ഉണ്ട് കേട്ടോ. അതായത് ചെറിയ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലൊക്കെ പിള്ളേരെ കൊണ്ട്, കോളേജിലൊക്കെ പിള്ളേരെ കൊണ്ട് ചെറിയ സൈക്കോളജിക്കലായിട്ടുള്ള ട്രിക്ക്, ചെറിയ പ്രാക്ടിക്കൽ എക്സ്പീരിമെൻറ്റ്സ് നടത്തിയിട്ട് അതിൻ്റെ ഔട്ട്കം ഒക്കെ ചെയ്യുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ക്രൗഡിൻ്റെ ബിഹേവിയറിനെ മനസ്സിലാക്കാനായിട്ട്, അതായത് നമ്മളെപ്പോഴും പറയാറില്ലേ, ഒരു കാര്യം നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോൾ അതിന് രണ്ട് വശമുണ്ട്. ഒരു ഹെഡ്സ് ഉണ്ടെങ്കിൽ ഒരു ടെയിൽസ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ടെങ്കിൽ വൈറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ടെങ്കിൽ റൈറ്റ് ഉണ്ട്, നോർത്ത് ഉണ്ടെങ്കിൽ സൗത്ത് ഉണ്ട്, ഹെഡ് ഉണ്ടെങ്കിൽ ടെയിൽസ് ഉണ്ട്. നമ്മൾ ഒരു കാര്യം വരുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മുന്നിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞ് കുത്തനെ താഴേക്ക് 5000 കോടിയുടെ FII സെല്ലിംഗ് എന്ന് പറയുന്ന നെഗറ്റീവ് ന്യൂസ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? 5000 കോടി സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 5000 കോടിക്ക് ആരോ മേടിക്കണമല്ലോ. അപ്പോൾ ഒരു ബയറും സെല്ലറും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ട്രേഡ് നടത്തുള്ളൂ. പെസിമിസ്റ്റിക് ആയിട്ടുള്ളവർ ഈ സെല്ലിംഗ് മാത്രമേ കാണുള്ളൂ, ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളവർ ആ ബൈയിങ്ങും കൂടി കാണുന്നു. അവിടെയാണ് പൈസ മാറുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ജീവിതത്തിലുണ്ടല്ലോ, നമ്മൾ ഈ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്, ഇറ്റ് ചേഞ്ചസ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം എന്ന് പറയും പോലെ മണി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. മണി ജസ്റ്റ് ചേഞ്ചസ് ഹാൻഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഒരാളുടെ ഗെയിൻ മറ്റുള്ള ആളുടെ ലോസ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 95% ഓഫ് ദ പീപ്പിൾ ലൂസ് മണി ഫോർ ദ 1% ടു ഏൺ, അല്ലെങ്കിൽ 5% ടു ഏൺ. ആ 5% ആൾക്കാർ എങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യണമെന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ F&O ട്രേഡിൽ, ഓപ്ഷൻ ട്രേഡിങ്ങിൽ തന്നെ ജെയിൻ സ്ട്രീറ്റിൻ്റെ കഥ 2 ആഴ്ച മുമ്പേ പറഞ്ഞു. അപ്പോൾ അതിൽ സെബിയുടെ തന്നെ റിപ്പോർട്ട് പറയുന്നത് എന്താ? 90%, 10ൽ 9 പേര്, 90% ഓഫ് ദ പീപ്പിൾ ലൂസ് മണി ഇൻ F&O ഫോർ ദ 10% ടു ഏൺ. ആ 10% എങ്ങനെ ബിഹേവ് ചെയ്യണു, എന്താണ് അവർ ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നത്, അവരെങ്ങനെ ആ ലാറ്ററൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിന് പറ്റിയ ബുക്കാണ് വൈ സ്മാർട്ട് പീപ്പിൾ മേക്ക് ബിഗ് മണി മിസ്റ്റേക്സ് എന്നുള്ള. പിന്നെ നമുക്കുള്ളത് അതേപോലെ തന്നെ ഒരു ബുക്കുണ്ട്, 4ാമത്തെ ബുക്കായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ മോർഗൻ ഹൗസലിൻ്റെ സൈക്കോളജി ഓഫ് മണി ഉണ്ട്. അതായത് അത് മലയാളത്തിലും എഴുതിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്, അത്രയ്ക്ക് ഫേമസ് ആയിരുന്നു ആ ബുക്കിന്ന്. പണത്തിൻ്റെ മനഃശാസ്ത്രം, അതായത് ആ പണം എന്ന് പറയുന്നതിൻ്റെ മനഃശാസ്ത്രം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3ാമത് പറഞ്ഞ ബുക്കുണ്ടല്ലോ, വൈ സ്മാർട്ട് പീപ്പിൾ മേക്ക് ബിഗ് മണി മിസ്റ്റേക്ക്, അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ മോർഗൻ ഹൗസലിൻ്റെ സൈക്കോളജി ഓഫ് മണി വായിക്കുന്നത് നല്ലതായിരിക്കുന്നത്. പിന്നെ ഈ നെപ്പോളിയൻ ഹില്ലിൻ്റെ ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ബുക്കുണ്ട്. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഒന്നുമല്ല, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്നതിൻ്റെ ആ ബുക്കിൻ്റെ പ്രത്യേകത എന്നറിയോ? നിങ്ങളിൽ കുറച്ച് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെയും വെൽത്തിനെയൊക്കെ, അതായത് അതിൻ്റെ ഗ്രോത്തിനെ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു കഴിവ് തരും. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിനെ ഒരു പാട്ട് നമ്മൾ ഹെഡ്ഫോൺസിൽ വെച്ച് കേൾക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് അത് ഒരുപാട് സീൻസ് വരും അല്ലേ? നമ്മുടെ ഈ പറഞ്ഞ പോലെ കുറേ സീൻസ്, അത് ഹാപ്പി ഹോർമോൺസ് ഇഞ്ചെക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള നമ്മൾ ആ പാട്ടിനെ അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ സന്തോഷപ്പെടുന്നത്, അത് എൻജോയ് ചെയ്യുന്നത്. അതേപോലെ ഈ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ജേർണിയെ നിങ്ങൾ എൻജോയ് ചെയ്യണമെങ്കിൽ നെപ്പോളിയൻ ഹില്ലിൻ്റെ ഈ പറയുന്ന പോലെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ആക്ച്വലി ഇറ്റ് ടീച്ചസ് യു ഡിസയർ, എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡിസയർ, അതിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു ഗോൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പെർസിസ്റ്റൻ്റ് ആക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെയും മൈൻഡ് സെറ്റിനെയൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് തരുന്ന ഒരു ബുക്കാണ്. അപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ബുക്ക് ഷെൽഫിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അസെൻറ്റ് ഓഫ് മണി, അതായത് നിയാൽ ഫെർഗൂസൺ എന്ന് പറയുന്നതിൻ്റെ ഒരു ഓഥറിൻ്റെ അസെൻറ്റ് ഓഫ് മണി. ഈ അസെൻറ്റ് ഓഫ് മണിയുടെ പ്രത്യേകത എന്നറിയോ? അതായത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കണം, കുറച്ച് സൈക്കോളജി പഠിക്കണം, ലിറ്ററേച്ചറും ആർട്ടും ഒക്കെ എൻജോയ് ചെയ്യുന്ന പോലെ സ്റ്റോക്കിനെ, ഒരു മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്യുന്ന പോലെ സ്റ്റോക്കിനെ നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറയും പോലെ നിങ്ങൾ കുറച്ച് ഹിസ്റ്ററി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ പറയില്ല, ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി എന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇപ്പോൾ ഓരോ ഇന്ത്യൻ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് പല റിലീജിയനിൽ നിന്നും കാസ്റ്റ് ക്രീഡിൽ നിന്ന് വരുന്നതാണ് അല്ലേ? ജെയിൻസ് ഉണ്ട്, സിന്ധീസ് ഉണ്ട്, പാർസീസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് സിസ്റ്റത്തിലേക്ക് വന്നത്, എന്താണ് അവരുടെ അതായത് പണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് ഷേക്സ്പിയറിൻ്റെ ഒരു ബുക്കുണ്ട്. അവിടെ ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ഷൈലോക്ക് അന്റോണിയോക്ക് കൊള്ളപ്പലിശയ്ക്ക് പൈസ കൊടുത്ത് അന്റോണിയോ എന്ന് പറഞ്ഞ ഒരു ഷിപ്പ് മെർച്ചൻ്റ് പൊളിഞ്ഞു പോകുന്നതാണ് ഷേക്സ്പിയറിൻ്റെ കഥ എന്ന് പറയുന്നത്. ഈ ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു ജൂ ആണ്. അപ്പോൾ ഈ ജൂ എന്ന് പറയുന്ന ആൾക്കാരുടെ സ്വഭാവം അവിടെ മെൻഷൻ ചെയ്തു. അതായത് പൈസ, അതായത് നമ്മളിപ്പോൾ ഇന്ന് ഇസ്രായേലിനെ കുറിച്ച് പറയും, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ഇസ്രായേലീസ്, ഞാൻ പറഞ്ഞാൽ ജ്യൂസ് ആർ വെരി സ്മാർട്ട്, ഷൂഡ് വെരി ഇൻ്റലിജൻറ്റ് പീപ്പിൾ. അപ്പോൾ ആ ഷൈലോക്കിൻ്റെ കഥയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു ജൂ എന്താണെന്ന് പറയും പോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ
പറഞ്ഞ പോലെ ഒരു കൾച്ചർ പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഈ അസെൻറ്റ് ഓഫ് മണി നമ്മൾ പഠിക്കാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ എന്താണ് എവല്യൂഷൻ ഓഫ് മണി എങ്ങനെയാണ്, ബാങ്കിങ് എങ്ങനെയാണ്, ക്രെഡിറ്റ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് ലോകത്ത് ഉയർന്ന ഒരു ഫ്രെയിംവർക്കായിട്ട് വന്നതെന്നൊക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണെന്നുള്ള. പിന്നെ ഏഴാമത്തെ ഇത് പ്യുവർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബുക്കാണ്, വൺ അപ്പ് ഓൺ ദ വാൾ സ്ട്രീറ്റ്. അതൊരു പീറ്റർ ലിഞ്ചിൻ്റെയാണ്. ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ഉണ്ടാക്കാം, അതായത് 6 കാറ്റഗറി ഓഫ് സ്റ്റോക്സ്. അപ്പോൾ നമ്മുടെ എല്ലാവരും സംശയമില്ലേ ഏതൊക്കെ ടൈപ്പ് സ്റ്റോക്സ് വേണം, എത്രയൊക്കെയാണ് സ്റ്റോക്കിൻ്റെ നമ്പർ എന്നൊക്കെ ആൻസർ ചെയ്യുന്നത് ഈ പീറ്റർ ലിഞ്ചിൻ്റെ വൺ അപ്പ് ഓൺ ദ വാൾ സ്ട്രീറ്റ് ആണ്. പിന്നെ 100 ബാഗേഴ്സ് കുഞ്ഞ് ക്രിസ്റ്റോഫർ മേയറിൻ്റെ ഒരു ബുക്കുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ മൾട്ടി ബാഗേഴ്സ് എല്ലാവരുടെയും കോമൺ ട്രേറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പല കമ്പനികളും എന്തുകൊണ്ടായി റവന്യൂ ഗ്രോത്ത്, റിട്ടേൺ ഓൺ ഇക്വിറ്റി, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഒക്കെ എന്താണെന്നുള്ളത് ഈ 100 ബാഗേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. പിന്നെ 9 ദ ലിറ്റിൽ ബുക്ക് ദാറ്റ് ബീറ്റ്സ് ദ മാർക്കറ്റ്, ലിറ്റിൽ ബുക്ക് ദാറ്റ് മീറ്റ്സ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജോൽ ഗ്രീൻ ബ്ലാറ്റിൻ്റെ ഒരു ബുക്കാണ്. അതൊരു മാജിക് ഫോർമുല, ഒരു കമ്പനി എങ്ങനെ അണ്ടർ വാല്യൂഡ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള സിമ്പിൾ ഒരു ഫോർമുല പഠിപ്പിച്ചിരുന്ന ചെറിയൊരു സ്മോൾ ബുക്കാണ്. ഇത് വായിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ പാരാമീറ്റർ പഠിക്കാം സിമ്പിളായിട്ടെന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യണം, എൻ്റെ ഒരു ഫ്രണ്ടുമാണ് ബസന്ത് മഹേശ്വരി. അദ്ദേഹം ഒരു പോർട്ട്ഫോളിയോ മാനേജറും കൂടെയാണ്. അദ്ദേഹം ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, തോട്ട്ഫുൾ ഇൻവെസ്റ്റർ. നിങ്ങളുടെ ഇന്ത്യൻ കൺടെക്സ്റ്റിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാം പഠിക്കാൻ ഒരൊറ്റ ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് തോട്ട്ഫുൾ ഇൻവെസ്റ്റർ ബൈ ബസന്ത് മഹേശ്വരി. മൈ ഗുഡ് ഫ്രണ്ടാണ് അദ്ദേഹത്തിന്. ബസന്ത് മഹേശ്വരി പോർട്ട്ഫോളിയോ മാനേജേഴ്സ് LLP എന്ന് പറഞ്ഞാൽ കണ്ട ഒരു കമ്പനിയുണ്ട്. എല്ലാം ഇന്ത്യൻ കണ്ടക്സിൽ ഈ ഞാൻ പറഞ്ഞ എല്ലാ ബുക്കിൻ്റെ ഭാഗങ്ങളും കൂടെ ചേർത്ത് എഴുതിയാണ് അതെന്നുള്ളത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇത് 10 ബുക്കും കഴിഞ്ഞു. 11ാമത്തെ റേ ഡാലിയോ, RAYDALIO, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അനിമേറ്റഡ് രീതിയിൽ ഒരു ബിസിനസ് ആൻഡ് ഫിനാൻസ് എങ്ങനെ നടക്കുന്നു, ഒരു എക്കണോമി എങ്ങനെ നടക്കുന്നു, സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾക്ക് ബോർ അടിക്കുന്ന സമയത്ത് വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സൈഡ് സീറ്റിലാണ് ഇരിക്കുന്നത്, ഡ്രൈവ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണരുത്. ഒരു ഡിസ്ക്ലൈമർ പറയുന്നു, നിങ്ങൾ സൈഡിൽ ഇരുന്ന് ഈ യൂട്യൂബ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്കണോമി, ഫിനാൻഷ്യൽ സിസ്റ്റം, ബിസിനസ് ഒക്കെ നടക്കണമെന്ന് മനസ്സിലാക്കും. ഇതാണ് 10 ബുക്കും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ്. യെസ്, ഏതായാലും നമ്മുടെ ഓപ്പണിംഗ് അവറിൻ്റെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ സംസാരിച്ചിട്ടുള്ള ഒരു ഒറ്റ സ്റ്റോക്കും അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, പക്ഷേ ഈ ബുക്സ് ഒക്കെ ഒരു സജഷനാണ്. നമുക്ക് വന്നിട്ടുള്ള കമൻസിന് മറുപടി ആയിട്ടാണ് ഇത്രയും ബുക്സും ആ ഒരു പ്ലാറ്റ്ഫോംസും ഒക്കെ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും വീണ്ടും അടുത്ത മണിക്കൂറിൽ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.